ഓക്കെ, ഞാൻ നമ്മുടെ ബുഷറാക്കും യാവും എന്നുള്ള അതിന്റെ തീം സോങ് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്റെ സൗണ്ടും ഇതേപോലെ അങ്ങോട്ട് പറയുമ്പോഴും കട്ട് ഉണ്ടാവുമോ എന്നുള്ളത്. ഏതായാലും അധികം കട്ടുണ്ട് കേൾക്കാൻ അസഹ്യമായി തോന്നുന്ന ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ അറിയിക്കണം. നമുക്ക് തൽക്കാലം നിർത്തിയിട്ട് മറ്റു പരിപാടിയിലേക്ക് നീങ്ങാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു അല്പസമയം നമുക്ക് സമ്മതിക്കുകയും ആവാം. ഇതിലും അല്ലാഹു നമ്മുടെ ഇത്തരം സംരംഭങ്ങൾ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ലോകത്തേക്കുമുള്ള കർമ്മങ്ങൾ അല്ലാഹുവിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തി വെക്കുമാറാവട്ടെ. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് നമ്മൾ ഇസ്ലാമിക് പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ഇതിലൂടെ. അതിൽ നിന്ന് ശേഷം ഇന്ന് ഖത്തറിലെ KICRന്റെ പ്രതിനിധിയായ ഇസ്മായിൽ കൈപ്പമംഗലം അദ്ദേഹം വീണ്ടും പല പ്രാവശ്യം വിളിച്ചിട്ട് അവസാനം ഒഴിഞ്ഞു മാറാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോഴാണ് അവസാനം ഗത്യന്തരമില്ലാതെ ഏറ്റവും ഇന്നേരം വരെ എന്ത് വിഷയമാണ് പറയേണ്ടിരുന്നത് എന്നതുപോലും ആലോചിച്ച് തീരുമാനമായിരുന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നിയ മുമ്പ് പറഞ്ഞു വെച്ച ചില ക്ലാസുകൾക്ക് വേണ്ടി ഒരുങ്ങിയ ചില പോയിന്റുകൾ തട്ടിയെടുത്ത് തൽക്കാലത്തേക്ക് ഒന്ന് അവതരിപ്പിക്കാം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഇത്തരം ക്ലാസ്സുകളാകുമ്പോൾ ഒരു സുഖമുണ്ട്. കേൾക്കുന്ന വിഷയം കാര്യമായിട്ട് കഴമ്പില്ലാത്തത് അല്ലെങ്കിൽ കാര്യമായ പോയിന്റ് ഇല്ലാവുന്ന സമയത്ത് ശ്രോതാക്കൾക്ക് പോലെ സൗകര്യം ഓൺലൈൻ ക്ലാസ്സുകളിൽ ഉണ്ടാവാറുണ്ടല്ലോ. അതൊരു സൗകര്യമായിരിക്കുമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഉണർത്തുകയാണ്. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം അല്ലെങ്കിൽ പങ്കുവെക്കുന്ന വിഷയം പ്രവാചകരുടെ പാരന്റിങ്, പ്രോഫറ്റ് ആസ് ആൻ എഫക്റ്റീവ് പാരന്റ് എന്നൊരു വിഷയമാണ്. മുമ്പൊരിക്കലും ഈ വിഷയവുമായി സംസാരിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അതിനുവേണ്ടി പഠിച്ചപ്പോഴാണ് ആ വിഷയത്തിൽ ഏറെ ആഴമേറിയ പഠനങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യപ്പെട്ടത്. പാരന്റിങ് എന്നൊരു വിഷയവുമായി നമ്മൾ ഇന്ന് ആധുനിക രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് പാരന്റിങ്. പാരന്റ്സും കുട്ടികളും ഉള്ള കാലത്തോളം അതിന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ പോയിന്റുകൾ കാണുന്നുണ്ടോ, എന്തെല്ലാം പുതിയതായിട്ട് ഡിസ്കവർ ചെയ്യപ്പെടുന്നുണ്ടോ, കണ്ടുപിടിക്കപ്പെടുന്നുണ്ടോ, അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ, അതിന്റെയെല്ലാം ഒരു പടി മുമ്പിലായി നമ്മുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരന്റിങ്ങിന്റെ മോഡലുകൾ, സാമ്പിളുകൾ നമുക്ക് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് കാണുവാൻ പറ്റുന്നു എന്നാണ് ഏറ്റവും കൗതുകകരമായി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ പാരന്റിങ്ങിന്റെ പ്രധാനമായ ടിപ്സ് എന്തൊക്കെയാണ്, ഒരു പാരന്റിങ്ങിൽ നമ്മൾ സാധാരണ പറയാറുള്ള പ്രധാന പോയിന്റുകൾ എന്തെല്ലാമാണ്, ഈ പോയിന്റുകൾ നമ്മൾ ഓരോന്നോരോന്നായി നോക്കുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഹദീസുകളോ അതുമായി ബന്ധപ്പെട്ട പ്രവാചകരുടെ ജീവിതത്തിലെ ചരിത്രത്തിന്റെ മുത്തുകളോ നമുക്ക് കടന്നു വരുന്നതായിട്ട് കാണാം. അത്തരം ചില പോയിന്റുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു 6-7 കാര്യങ്ങളാണ് എടുത്ത് അതിലെ പ്രവാചകരുടെ മാതൃക എന്തായിരുന്നു, ആ വിഷയം എങ്ങനെയാണ് നമുക്ക് പ്രവാചക ജീവിതത്തിൽ നിന്ന് കണ്ടെത്താവുന്നത് എന്നാണ് ഇന്ന് ഞാൻ എന്റെ ചർച്ചയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെയാണ് സാധാരണഗതിയിൽ പാരന്റിങ് തുടങ്ങുന്നത്. നമ്മുടെ ആധുനിക പാരന്റിങ്ങിന്റെ ഭാഗമായി പഠിക്കുമ്പോഴെല്ലാം നമ്മൾ ആ കുട്ടിയെ ജനിച്ചേട മുതലുള്ള അല്ലെങ്കിൽ ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവസ്ഥ എത്തുന്നത് മുതലുള്ള, കണ്ടു മനസ്സിലാക്കുന്നത് മുതലുള്ള കാര്യങ്ങളിൽ നിന്നാണ് പാരന്റിങ് തുടങ്ങുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് പോയിട്ട് കുട്ടിയെ ഗർഭം ധരിക്കുന്നതിന് ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ തന്നെ ഒരു ഭാര്യാഭർത്തൃ ബന്ധം തുടങ്ങുന്നിടത്ത് മുതൽ തന്നെ അവരുടെ ബന്ധങ്ങൾ പാവനമാവണമെന്നും അത് പൂർണ്ണമായും അള്ളാഹുവിന്റെ ദിക്റിലാവണമെന്നും അള്ളാഹുവിന് പൊരുത്തപ്പെട്ട രീതിയിലും ശൈലിയിലും ആവണമെന്നുവരെ കൃത്യമായി പറഞ്ഞു വെച്ചതായിട്ട് കാണാം. പല മഹാന്മാരുടെയും ചരിത്രങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാം അവരുടെയെല്ലാം അതിശക്തമായ ബുദ്ധിശക്തിയെക്കുറിച്ച്, അവരുടെ ഓർമ്മശക്തിയെക്കുറിച്ച് പറയുന്നിടത്ത് അത് കാരണമായിട്ട് പറയുന്നത് പലപ്പോഴും അവരെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് അവരുടെ മാതാക്കൾ സ്ഥിരമായിട്ട് ഖുർആൻ ഓതാറുണ്ടായിരുന്നു, സദാസമയവും ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു, അതുകൊണ്ടായിരുന്നു അവർക്ക് ഇത്രമാത്രം ഓർമ്മശക്തി ഉണ്ടായത് എന്നൊക്കെ നാം ഷാഫി റളിയല്ലാഹുവിനെ പോലത്തെ പല മഹാന്മാരുടെയും ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലാണ് അത്തരം ഒരു പരാമർശം വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം അതിന് കാരണം പറഞ്ഞ അദ്ദേഹത്തിന് ഓർമ്മശക്തിയുള്ള കാരണം അദ്ദേഹം 6 വയസ്സായപ്പോഴേക്ക് അല്ലെങ്കിൽ 7 വയസ്സായപ്പോഴേക്ക് ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നു എന്ന് പറഞ്ഞിടത്തതിന് കാരണം പറഞ്ഞത് ന്യായമായി പറയുന്നത് ഗർഭം ധരിച്ചേട മുതൽ തന്നെ സ്ഥിരമായിട്ട് എന്റെ ഉമ്മ സ്ഥിരമായ ഖുർആൻ ഓതിക്കൊണ്ടേയിരുന്നു, സദാസമയവും ഒളു എടുത്തുകൊണ്ട് സദാസമയവും ഖുർആൻ ഓതാറുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഖുർആൻ ഏറെ മനഃപ്പാഠമാവാൻ സഹായമായിട്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഇസ്ലാമിക പാരന്റിങ് തുടങ്ങുന്നത് ഒരു അവർ പാരന്റ് ആവാനുള്ള, രക്ഷാകർത്താക്കൾ ആകുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ ആയിത്തീരുന്നത്, യഥാർത്ഥ ഒരു എഫക്റ്റീവ് പാരന്റ് ആയി തുടങ്ങുന്നത് തന്നെ ഗർഭം ധരിച്ചേടം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള
ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് തുടങ്ങും എന്ന് പറ്റും. കേവലം ജനിച്ചതിന് ശേഷം ഭൂലോകത്തേക്ക് വന്നതിന് ശേഷമല്ല ഇസ്ലാമിക് പാരന്റിംഗ് തുടങ്ങുന്നത്, അതിനു മുമ്പ് തന്നെ ഇസ്ലാമിക് പാരന്റിംഗ് തുടങ്ങുകയാണ്. ശേഷം ജനിക്കുന്നതോടുകൂടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് കൃത്യമായ കർമ്മങ്ങളുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇസ്ലാമികമായിട്ട് നമുക്ക് ചെയ്യുവാനുള്ളത്, കൃത്യമായ കർമ്മങ്ങളുണ്ട്. ശേഷം അവന്റെ ഓരോ പ്രായത്തിനനുസരിച്ച് എന്തെല്ലാമാണ് അവന് കൊടുക്കേണ്ടത്. കൊച്ചു പ്രായത്തിൽ അവന് കാര്യങ്ങൾ കണ്ടുപഠിക്കുന്ന സമയത്ത് അവന്റെ മുമ്പിലുള്ള ഏറ്റവും നല്ല റോൾ മോഡലുകളായി മാറേണ്ടവരാണ് രക്ഷിതാക്കൾ എന്നതാണ് ഇസ്ലാമിക് അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അവന്റെ ഓരോ പ്രായത്തിനനുസരിച്ച് അവനോട് കൽപ്പിക്കുന്ന സമയത്ത് കൽപ്പിക്കേണ്ട കാര്യങ്ങൾ കൽപ്പിക്കണമെന്നും, അത് കഴിഞ്ഞ് അവൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ അടിക്കേണ്ട സമയത്ത് അതാവശ്യമായതിനെ അടിക്കണമെന്നും ശിക്ഷിക്കണമെന്നും വരെ ഇസ്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ്. 7 വയസ്സ് വരെ അവനോടത് കൽപ്പിച്ചുകൊണ്ടിരിക്കണം. 7 വയസ്സായി ശേഷം എന്നിട്ടും അവനത് വേണ്ട വിധം ചെയ്യുന്നില്ല, 10 വയസ്സായിട്ടും അവനത് ചെയ്യുന്നില്ലെങ്കിൽ അത് അടിക്കുക തന്നെ വേണമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പറയുന്നത്. ഇതുപോലെ ഓരോ വിവിധങ്ങളായ വിഷയമൊക്കെ തന്നെ കൃത്യമായ അധ്യാപനങ്ങൾ, കൃത്യമായ രേഖാചിത്രങ്ങൾ, എങ്ങനെയാണ് ഒരു രക്ഷിതാവ് തന്റെ കുട്ടികളെ കൃത്യമായ പാരന്റിങ് ചെയ്യേണ്ടത്, രക്ഷാകർത്തൃത്വം നിർവഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട, നാം പലപ്പോഴും ആധുനിക പാരന്റിങ്ങിന്റെ ഭാഗമായി എടുത്തു പറയുന്ന ചില ടിപ്സുകൾ നമുക്ക് നോക്കാം. ആ ടിപ്സുകൾ എങ്ങനെയാണ് നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇസ്ലാമിക അധ്യാപനങ്ങൾ നമുക്കത് പറഞ്ഞു തരുന്നത് എന്നാണ് നമുക്ക് ഇത് ചർച്ച ചെയ്യാറുള്ളത്. പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ ആദ്യമായി എനിക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പായി തോന്നിയത്, അല്ലെങ്കിൽ ഒന്നാമതായി പല പാരന്റിങ് സ്പെഷ്യലിസ്റ്റുകളും എക്സ്പേർട്ടുകളും അവതരിപ്പിക്കുന്ന ഒന്നാമത്തെ രംഗം പറയുന്നത് അൺകണ്ടീഷണൽ ലവ്. മക്കളെ നാം ആത്മാർത്ഥമായി, അദമ്യമായി, അനന്തമായി സ്നേഹിക്കുക. കണ്ടീഷണൽ ഇല്ലാത്ത, വ്യവസ്ഥകളില്ലാത്ത, അതിവരമ്പുകളില്ലാത്ത സ്നേഹം അത് പകർന്നു കൊടുക്കാൻ തയ്യാറാവണമെന്നാണ് അൺകണ്ടീഷണൽ ലവ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മക്കളുമായുള്ള, തന്റെ പേരമക്കളുമായുള്ള ജീവിതത്തിൽ അവരുടെ ഒട്ടും കണ്ടീഷൻ വെക്കാത്ത, യാതൊരുവിധ നിബന്ധനയും വെക്കാത്ത നിസ്സീമമായ, നിർഗ്ഗളമായ സ്നേഹത്തിന്റെ പാരാവാരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു മ്ലാനത, ദുഃഖബോധമുണ്ട്, മനസ്സിലെന്തോ ഒരു സങ്കടമുള്ളതുപോലെ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ മുഖത്ത് ഒരു ദുഃഖം അലയടിക്കുന്ന പോലെ, ഒരു ദുഃഖം പ്രകടമാകുന്ന പോലെ കാണുന്നുണ്ടല്ലോ? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത്, ഇറങ്ങുന്ന സമയത്ത് എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, എന്റെ ഭാര്യ പ്രസവിക്കാനുള്ള വേദനയിലായിരുന്നു, പ്രസവിക്കാൻ സമയം അടുത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരു സന്തോഷ വാർത്തയുമായി എന്റെ വീട്ടുകാർ വന്നു. എന്റെ മകൻ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഉമ്മ പ്രസവിച്ചിരിക്കുന്നു, ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞില്ല ഒരു വേദനയാണ്. നമുക്കറിയാം, ആ കേട്ടാലുള്ള അവരുടെ മ്ലാനത, അവരുടെ മുഖത്ത് പ്രകടമായിരുന്ന സങ്കടം നമുക്ക് പരിചയമുള്ളതാണ് ചരിത്രത്തിൽ നിന്ന്. അതിന്റെ ബാക്കി പത്രമാണ് ഈ മനുഷ്യന്റെ, സ്വഹാബിയുടെ മുഖത്തും പ്രകടമായത്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ട് അതിന് കാണാൻ പറ്റും. പ്രവാചകർ അദ്ദേഹത്തോട് പറഞ്ഞത്, അൽ അർളു തുഖില്ലുഹാ വസ്സമാഉ തുളില്ലുഹാ വല്ലാഹു യർസുഖുഹാ വഹിയ റൈഹാനതു തശുമ്മുഹാ. ഏറ്റവും നല്ല സ്ത്രീത്വത്തിന് തന്നെ ചരിത്രത്തിൽ കാണാവുന്ന ഏറ്റവും നല്ല നിർവചനമായിരുന്നു ഇതിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തത്. തങ്ങൾ പറഞ്ഞു, നീ എന്തിനാണ് നീ പ്രയാസപ്പെടുന്നത്? ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് കേട്ടിട്ട് നീ എന്തിനാണ് നീ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് നിന്റെ മുഖത്ത് സങ്കടം പ്രകടമാകുന്നത്? അവളെ ഇങ്ങനെ വർണ്ണിക്കാം, അൽ അർളു തുഖില്ലുഹാ, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? അവളെ ചുമക്കാൻ, അവളെ ഏറ്റി നിൽക്കാൻ, അവൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ഭൂമിയുണ്ട്, വിശാലമായ ഭൂമിയുണ്ട് അവളെ ചുമന്നു നിർത്താൻ. വസ്സമാഉ തുളില്ലുഹാ, അവൾക്ക് തണൽ വിരിക്കാൻ പരന്ന ആകാശമുണ്ട്, പരവതാനി പോലെ നീണ്ടു കിടക്കുന്ന ആകാശമുണ്ട് അവൾക്ക് തണൽ വിരിക്കാൻ. വല്ലാഹു യർസുഖുഹാ, അവൾക്ക് ആവശ്യമായ അന്നം നൽകാൻ, ആവശ്യമായ ഭക്ഷണം സംവിധാനിക്കാൻ പടച്ചതമ്പുരാൻ അല്ലാഹുവുമുണ്ട്. പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? നിനക്ക് വാസനിച്ചു കൊണ്ടിരിക്കാവുന്ന, നിനക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കാവുന്ന, നിനക്ക് ഉമ്മ വെച്ചുകൊണ്ടിരിക്കാവുന്ന ഒരു റൈഹാൻ പുഷ്പമാവുന്നു അവൾ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സമാശ്വാസത്തിന്റെ വജസ്സുകൾ പെയ്തിറങ്ങിയതുപോലെ, ആശ്വാസത്തിന്റെ വാക്കുകൾ വന്ന് വീണതുപോലെ ആ മനുഷ്യന്റെ മുഖത്ത് സന്തോഷം പ്രകടമാവുകയും നമുക്ക് ചരിത്രമാണ്. പ്രവാചകരുടെ മക്കളോടുള്ള, പ്രവാചകർക്ക് കുട്ടികളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ പ്രകടനമാണ് നമുക്ക് ആ വരികളിലൂടെ കാണുന്നത്.
ഒരു സ്ത്രീത്വത്തിനോ സ്ത്രീ ജന്മത്തിനോ നൽകാവുന്ന ഏറ്റവും വലിയ നിർവചനം, ഏറ്റവും സുന്ദരമായ കാവ്യാത്മകമായ നിർവചനം വെറും ആലങ്കാരിക പദങ്ങളായിരുന്നില്ല, മറിച്ച് മനസ്സ് തൊട്ടറിഞ്ഞ നിർവചനമായിരുന്നു അത്. നിനക്ക് ഉമ വെച്ചുകൊണ്ടിരിക്കാവുന്ന, ആസ്വദിച്ചുകൊണ്ടിരിക്കാവുന്ന, ചുംബിച്ചുകൊണ്ടിരിക്കാവുന്ന റൈഹാൻ പുഷ്പമാണ് അവളെന്ന് പറയുമ്പോൾ കുട്ടികളോടുള്ള അദമ്യമായ സ്നേഹത്തിന്റെ അൺകണ്ടീഷണൽ ലവ് ആണ് നാം മക്കൾക്ക് നൽകേണ്ടത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഈ ഹദീസിലൂടെ കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് നമുക്ക് കാണാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളോടൊത്ത് കളിക്കുന്ന രംഗങ്ങൾ, പേരക്കുട്ടികളുമായിട്ട് ഓടിക്കളിക്കുന്ന രംഗങ്ങൾ, അവരുമായിട്ട് സല്ലാപങ്ങളിൽ ഏർപ്പെടുന്ന രംഗങ്ങൾ, അവരുടേതായ രീതിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരിൽ ഒരാളായി, ഒരു കുട്ടിയായി അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന എത്രയോ രംഗങ്ങൾ കാണാൻ പറ്റും. ഒരിക്കൽ ഒരു ഹദീസിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീനയിലെ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിലെ മിമ്പറിൽ വെച്ചുകൊണ്ട്. നമുക്കറിയാമല്ലോ, പ്രവാചകരുടെ പള്ളിയോട് ചേർന്ന് തന്നെയാണ് പ്രവാചകരുടെ വീടുകളും ഉള്ളത്. അങ്ങനെ ഖുതുബ ഓതുന്ന സമയത്താണ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്, നേരെ പള്ളിയിലേക്ക് ഇറങ്ങി വരികയാണ്. തങ്ങളുടെ വലിയുപ്പ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ രണ്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് എങ്ങനെയാണ്? അവരൊരു വലിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഹദീസുകളിൽ കാണാൻ പറ്റും, ഒരു വലിയ കുറച്ച് വലിപ്പമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് യതബഅസറാനി ഫീഹി, അവർ രണ്ടുപേരും അതിലിങ്ങനെ ഉരുണ്ട് വരുന്നത് പോലെ. ഹദീസുകളിൽ പ്രയോഗിക്കുന്ന പദം അതാണ്, യതബഅസറാനി ഫീഹി. അതിലിങ്ങനെ ഉരുണ്ട് വരുന്ന പോലെ. നമ്മൾ ചെറിയ കുട്ടികൾ ഉണ്ടാവപ്പോഴും വലിയ ചെരുപ്പ് ധരിച്ചുകൊണ്ട്, വലിയവരുടെ ഷർട്ടൊക്കെ ധരിച്ചുകൊണ്ട് വരുന്ന രംഗം ഉണ്ടാവാറുണ്ട്. എന്നതുപോലെ അല്പം വലിയ, അവർക്ക് പാകമാവുന്നതിനേക്കാൾ ഏറെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് രണ്ടുപേരും ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വീഴാൻ പോകുന്ന പോലെ, അതിലിങ്ങനെ ഉരുണ്ട് വരുന്ന പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കാണേണ്ട സമയം, ഇത് കാണേണ്ട താമസം, ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിൽ വല്ലാത്തൊരു ആശങ്കയായി. തന്റെ മക്കൾ വീണു പോകുമോ, പേരമക്കൾ വഴിയിൽ വീണു പോകുമോ എന്നൊരു പേടി വന്നതുപോലെ നബി തങ്ങൾക്കുണ്ടായി. നബി തങ്ങൾ ഉടനെ തന്നെ ഖുതുബ നിർത്തിയിട്ട് നേരെ ഇറങ്ങിച്ചെല്ലുകയാണ്. ഇറങ്ങിച്ചെന്നിട്ട് ആ രണ്ട് മക്കളെയും രണ്ട് കൈകളോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, രണ്ട് കൈകളിലായി രണ്ടുപേരെയും എടുത്തുകൊണ്ട് നേരെ തിരിച്ചു വന്ന് മിമ്പറിൽ കയറിയിട്ടാണ് നബി തങ്ങൾ പിന്നെ ഖുതുബ തുടരുന്നത്. അങ്ങനെ ഖുതുബ തുടരുന്ന സമയത്ത് ആദ്യമായി നബി തങ്ങൾ സമൂഹത്തോട് പറയുന്നത് വല്ലാഹി മാ അഹ്സസ്തു ഇല്ലാ ഹീനമാ ഹമൽതുഹുമാ. നബി തങ്ങൾ പറഞ്ഞ വാക്ക് നോക്കണം നമ്മൾ, വല്ലാഹി മാ അഹ്സസ്തു ഇല്ലാ ഹീനമാ ഹമൽതുഹുമാ. എനിക്കെന്റെ ബോധം പോലും എനിക്ക് തിരിച്ചു കിട്ടിയില്ല, എനിക്കെന്റെ ബോധം പോലും നഷ്ടപ്പെട്ടു പോയി, ഞാൻ തന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇല്ലാ ഹീനമാ ഹമൽതുഹുമാ, അവർ രണ്ടുപേരെയും എന്റെ കൈകളിൽ ചുമന്നപ്പോൾ മാത്രമാണ് എനിക്ക് എന്റെ സ്വബോധം തിരിച്ചു കിട്ടിയത്. നോക്കൂ നിങ്ങളെ മക്കളോടുള്ള സ്നേഹം, അത് പ്രകടിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ നോക്കുന്നത്. ഖുതുബ ഓതുന്ന സമയത്താണ് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ രണ്ടുപേരെയും എടുത്തു വന്നുകൊണ്ട് തന്റെ രണ്ട് കൈകളിലായി രണ്ടുപേരെയും ചുമന്നുകൊണ്ട് ശേഷം ആ ഖുതുബ ശ്രവിക്കുന്ന സമൂഹത്തോട് പറയുകയാണ്, ഈ രണ്ട് കുട്ടികളെയും ഞാൻ എന്റെ ചുമലിൽ എടുത്തപ്പോഴാണ്, എന്റെ കൈകളിൽ എടുത്തപ്പോഴാണ്, ചുമന്നപ്പോഴാണ് എനിക്ക് ഇഹ്സാസ് ഉണ്ടായത്, എനിക്ക് സ്വബോധമുണ്ടായത്. അതുവരെ എനിക്ക് ആ കുട്ടികൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ അവര് വീണു പോകുമോ എന്ന പേടിയാൽ സ്വബോധം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ ഒരു പ്രവൃത്തിയല്ല, മറിച്ച് അറിയാതെ വന്നുപോയ പ്രവർത്തനമാണെങ്കിൽ എന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നതും അവരെ എടുത്തതും. അവിടെ നമുക്ക് കൂട്ടി വായിക്കാവുന്നത് വേണമെങ്കിൽ നിബിധങ്ങൾക്ക് അങ്ങനെ എടുത്തു വന്നുകൊണ്ട് ശേഷം പ്രസംഗം സാധാരണ പോലെ ഖുതുബ തുടരാമായിരുന്നു. ഈ കാര്യം പറയണമെന്നില്ലായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ശേഷം എല്ലാവരും കൂടി ഇരിക്കുന്ന സമയം, നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് സ്വഹാബത്തിനോട് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അതൊന്നുമല്ല നബി തങ്ങൾ ചെയ്തത്. ഈ രണ്ട് മക്കളെയും എടുത്തുകൊണ്ട് ആ ഖുതുബ ഓതുന്ന മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ അവരോട് പൊതുവായിട്ട് ഈ കാര്യം തുറന്നു പറയുമ്പോൾ അതിലൂടെ മക്കളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ആവശ്യകതയാണ് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നത്. മക്കളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നു, ആ പ്രകടമാക്കണമെന്ന സന്ദേശം കൂടിയാണ് അവർക്ക് നൽകേണ്ട സ്നേഹം. അൺകണ്ടീഷണൽ ലവ്, ഒരിക്കലും നിബന്ധനകളില്ലാത്ത, അളവുകൾ വെക്കാത്ത, പരിധികളോ പരിമിതികളോ നിശ്ചയിക്കാത്ത അദമ്യമായ സ്നേഹം അവർക്ക് വേണ്ടി വഴിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കണമെന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സമൂഹത്തിന്, അവസാനകാലം വരെ വരാനിരിക്കുന്ന തന്റെ ആളുകൾക്ക്, തന്റെ ഉമ്മത്തിന് ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അദമ്യമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ്, അതാണ് പാരന്റിങ്ങിന്റെ ഒന്നാമത്തെ ഘടകമായി, ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ടിപ്പ് ആയി, അതിന്റെ ഏറ്റവും വലിയ ടിപ്പായി പലപ്പോഴും നമ്മുടെ ആധുനിക പാരന്റിങ്ങിന്റെ എക്സ്പെർട്ടുകൾ എടുത്തു പറയുന്നതെങ്കിൽ അവിടെയെല്ലാം ഒരു പടി മുമ്പിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് നമുക്ക് മനസ്സിലാകുന്നു. രണ്ടാമത് ഈ വിഷയവുമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പാരന്റിങ്ങിന്റെ മറ്റൊരു ഭാഗമായി പലരും എടുത്തു പറയുന്നത് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മക്കളുമായി എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നതുപോലെ മീനിങ് ഫുൾ ടച്ച്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീനിങ് ഫുൾ ടച്ച്, വാക്കിലൂടെയും നോക്കിലൂടെയും
സ്പർശനത്തിലൂടെയുമുള്ള അവർക്കുള്ള കെയർ, ആവശ്യമായ പരിഗണന, അവർക്കുള്ള സമയം നാം വകവെച്ചു കൊടുക്കണം. പറയുന്ന പ്രയോഗം അങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീനിങ് ടച്ച്. നമുക്കറിയാമല്ലോ, ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് അഖറ ഇബ്നു ഹാബിസ് എന്ന സ്വഹാബി കടന്നു വന്നു. അദ്ദേഹം അല്പം ഒരു പരുക്കനായ പ്രകൃതക്കാരനാണ്. അല്പം ശക്തമായ കുട്ടിലാം മനുഷ്യന്മാർ, അവരോടൊന്നും കളിക്കാനോ അവർ കളിപ്പെടാറാവാത്തൊരു പ്രകൃത. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പേരക്കുട്ടികളുമായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുമായി കളിച്ചുകൊണ്ടിരിക്കുന്നു, അവരുമായി ചിരിയിലും കളിയിലും തമാശയിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവരോട് തുമ്മ വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സമയത്ത് മക്കളുമായി കളിസല്ലാപങ്ങളിൽ ഏർപ്പെടാൻ, അവർക്ക് ആവശ്യമായ കെയർ നൽകാൻ, അവർക്ക് ആവശ്യമായ ശ്രദ്ധ കൊടുക്കാൻ, ആവശ്യമായ കളികളിലൂടെ, പ്രവർത്തനത്തിലൂടെ ഹലോ, കേൾക്കുന്നുണ്ടോ? സൗണ്ട് പ്രശ്നമില്ലല്ലേ? ഓക്കെ. അപ്പൊ അവർക്ക് മീനിങ് ടച്ച്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീനിങ് ടച്ച്, അവരുമായി തയ്യാറാവുക, അർത്ഥഗർഭമായ അർത്ഥപൂർണമായ സ്പർശനങ്ങൾ അവർക്ക് ആവശ്യാനുസരണം നൽകിക്കൊണ്ടിരിക്കുക എന്ന പാഠമാണ് ഇതിലൂടെ നൽകുന്നത്. എത്രത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. തങ്ങളെ ഫാത്തിമ ബീവി വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം തന്നെ എണീറ്റുകൊണ്ട് അങ്ങോട്ട് കടന്നു ചെന്ന് വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് ഫാത്തിമ ബീവിയെ സ്വീകരിക്കുകയും കാണുമ്പോൾ തന്നെ ഫാത്തിമ ബീവിയെ അണച്ചു പിടിച്ചുകൊണ്ട് ഉമ്മ വെക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അവസാന കാലം വരെ. എത്രത്തോളം നബി തങ്ങൾ വഫാത്താകാൻ വേണ്ടി കിടക്കുന്ന മരണശയ്യയിൽ പോലും, ആ അസുഖബാധിതനായി കിടക്കുന്ന സമയത്ത് പോലും ഫാത്തിമ ബീവി കടന്നു വന്നപ്പോ എണീറ്റ് പോയിക്കൊണ്ട് ഫാത്തിമ ബീവിയെ അണച്ചുപിടിച്ച് ഉമ്മ വെച്ചത് നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായി കാണാൻ കഴിയുന്നു. നോക്കൂ നിങ്ങൾ, അന്യമായ സ്നേഹവും അവർക്ക് നൽകുന്ന ശ്രദ്ധയും അവർക്ക് വേണ്ടി കൈമാറ്റം ചെയ്യപ്പെടുന്ന കമ്മ്യൂണിക്കേഷനും അതിലൂടെ അവരോടുള്ള ആ ടച്ച്, സ്പർശനത്തിലൂടെ കൈമാറ്റപ്പെടുന്ന സ്നേഹത്തിന്റെ അളവുമാണ് നമുക്ക് ഇവിടെ വായിച്ചെടുക്കാനാവുന്നത്. നമുക്കൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്, നമ്മളൊക്കെ അല്പം തിരക്ക് പിടിച്ചവരാണെങ്കിൽ ഇതര കാര്യങ്ങളുമായിട്ട് നമ്മൾ കൂടുന്ന സമയത്ത് മക്കളുമായി നമുക്ക് സല്ലപിക്കാൻ സമയം ലഭിക്കാറില്ല, അതൊന്നും നമ്മുടെ കാര്യമായിട്ട് നമ്മൾ കാണാറില്ല. കുട്ടികളുമായി അവർ കളിക്കാൻ വരുമ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി നിർത്തി അതിനൊന്നും സമയമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തിരക്ക് പിടിച്ച് നടക്കുന്നവരാണ് പലരും. എന്നാൽ അതെല്ലാം വലിയ നഷ്ടങ്ങളാണെന്ന് നാം തിരിച്ചറിയുക. മക്കൾക്ക് ആവശ്യമായ സമയം, അവർക്ക് അവകാശപ്പെട്ട, അവർക്ക് അർഹതപ്പെട്ട സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സമയം നമുക്ക് അവർക്ക് പകുത്തു കൊടുക്കാൻ, അവർക്ക് വേണ്ടി വകവെച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവന്റെ മക്കൾക്ക് വേണ്ടി ഭാര്യ സന്താനങ്ങളോട് ചെലവഴിക്കുന്ന സമയം പോലും അതുപോലും ഇബാദത്താണെന്ന് നമുക്ക് മറ്റു ഹദീസുകളിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. എന്നതുപോലെ മൂന്നാമത്തൊരു കാര്യം പറയുന്നുണ്ട്, പാരന്റിങ്ങിന്റെ മൂന്നാമത്തൊരു ടിപ്പായിട്ട് പലപ്പോഴും കാണാൻ കഴിയുന്നത് മേക്കിംഗ് ഫൺ വിത്ത് ദം. അവരുമായി എപ്പോഴും നമ്മൾ ഫണ്ണ്, കളി തമാശകളിൽ ഏർപ്പെടുക. നമ്മൾ പറഞ്ഞത് അവർക്ക് ആവശ്യമായ കമ്മ്യൂണിക്കേഷൻ, അവരുമായി സംസാരിക്കാനും അവർക്ക് ചുംബനങ്ങൾ നൽകാനും അവരുമായി ടച്ചിങ്സിലൂടെ, സ്പർശനത്തിലൂടെ അവർക്ക് സ്നേഹം പകരാനും തയ്യാറാവുകയാണ്. ഇനി ഒരു പടി കൂടി മുന്നോട്ട് നടന്നുകൊണ്ട് അവരുമായി കളി തമാശകളിൽ ഏർപ്പെടുക, കുട്ടികളുമായിട്ട് കളി തമാശകളിൽ ഏർപ്പെടുക. ഒരു അതിൽ കാണാം, ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ് വീട്ടിലേക്ക്. ചെന്നപ്പോഴുണ്ട് നബി തങ്ങൾ അവിടുത്തെ വരാന്തയിൽ അല്ലെങ്കിൽ ആ വീടിന്റെ റൂമിൽ തറയിൽ ഒരു ആനയെ പോലെ കുനിഞ്ഞു നിൽക്കുകയാണ്. സാധാരണ നമ്മൾ കുട്ടികളുമായിട്ട് ആന കളിക്കാറുണ്ട്. കുട്ടികൾ ആനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പുറത്തു കയറിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കളി നമുക്ക് പരിചയമുള്ളതാണ്. എന്നതുപോലെ നബിതങ്ങളാണ് അവിടെ ആനയായിട്ട് കുനിഞ്ഞിരിക്കുന്നത്. തറയിൽ കാലുകുത്തി മുട്ടും കയ്യും കുത്തിയിട്ട് കുനിഞ്ഞു നിൽക്കുകയാണ് തങ്ങളെ ആനയായിട്ട്. നബിതങ്ങളുടെ മേലെ പുറത്ത് കയറിയിരിക്കുന്നത് രണ്ടുപേര് കയറിയിരിക്കുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഇവർ രണ്ടുപേരും നബിതങ്ങളുടെ പുറത്ത് കയറിയിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ഭുതം തോന്നി മനസ്സിൽ. അതേസമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമദ് ദാബത്തു അൻത യാ റസൂലല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സരസമായിട്ട് നബി തങ്ങളോട് പറഞ്ഞു, റസൂലെ ഏറ്റവും നല്ല വാഹനമാണല്ലോ നിങ്ങൾ.
ആർക്കും കയറാവുന്ന വാഹനത്തിൽ ഏറ്റവും നല്ല വാഹനം, ഇതിനേക്കാൾ നല്ല വാഹനം ഇനി ലോകത്ത് കിട്ടാനില്ല, ഏറ്റവും നല്ല വാഹനത്തെയാണല്ലോ ഈ മക്കൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സരസമായി പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞ മറുപടി ഫാരിസാനിഹുമ, വാഹനപ്പുറത്ത് കയറിയ 2 കുതിരപ്പടയാളികളും അവരും ഏറ്റവും നല്ലവരാണല്ലോ എന്ന് ഞങ്ങൾ തിരിച്ചു മറുപടി പറയുന്നു. ഫാരിസാനിഹുമ. നോക്കൂ നിങ്ങൾ, എത്ര നേരം തിരക്ക് പിടിച്ച മനുഷ്യരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു ഭാഗത്ത് ശത്രുക്കളുടെ പീഡനങ്ങളും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് തന്റെ അനുയായികൾ അവരിൽ അഭിമുഖീകരിക്കുന്ന, അവർക്ക് നേരിടേണ്ടി വരുന്ന വിവിധങ്ങളെയാണ് പുറമെ പ്രശ്നങ്ങളുമായിട്ട് തന്നെ കാണാൻ വരുന്ന വിവിധങ്ങളായ ആളുകൾ, അതിനപ്പുറം ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരുന്ന യുദ്ധങ്ങളും ഗസ്വത്തുകളും അതിനുള്ള സന്ധി സംഭാഷണങ്ങളും തുടങ്ങിയ വലിയ വലിയ ചർച്ചകൾ, അതിനും അപ്പുറത്ത് ദഅവത്തുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി ഇതര രാജാക്കന്മാരിലേക്കും ഒക്കെ കത്തയച്ചുകൊണ്ടും അവരുടെ ദൂതന്മാർ വന്നുകൊണ്ടും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് ചർച്ചകൾ, ഇതെല്ലാം നടക്കുന്ന അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ആ നേതാവിനാണ് തന്റെ കുട്ടികളുമായി ആന കളിക്കാൻ സമയം ലഭിക്കുന്നത്. അതിലും വലിയ തിരക്ക് നമുക്ക് ആർക്കില്ലല്ലോ. ഏറ്റവും വലിയ തിരക്കിനിടയിലും ജീവിതത്തിന്റെ സമയങ്ങൾ മുഴുവനും നിർഭരമാകുമ്പോഴും പ്രവർത്തന കർമ്മ എന്റെ മക്കളിട്ട് തന്റെ പേരക്കുമായി ആനിക്കാൻ നിങ്ങൾ എത്ര സ്നേഹാർദ്രമായ മധുരാർദ്രമായ കുടുംബജീവിതം, എത്ര സുന്ദരമായ പാരന്റിങ്. ഇതൊന്നും ഒരു പോളിസിയിലൂടെ അല്ലെങ്കിൽ ഏതാനും കോൺസെപ്റ്റിലൂടെ ഏതാനും ഐഡിയകളിലൂടെ കേവലം ഒരു പ്രസംഗമായി അവർക്ക് വേണ്ടി സമൂഹത്തോട് കയ്യെന്നിച്ച് തന്റെ ജീവിതത്തിലൂടെ വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്, ജീവിതത്തിലൂടെ പകർത്തിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം ചെയ്യേണ്ടതാണെന്ന് അവരോട് പറയുകയല്ല, മറിച്ച് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ വരുന്ന സമയത്ത് അവർക്ക് കാണുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും ഇതിനേക്കാൾ വലിയ തിരക്ക് നമുക്ക് ആർക്കില്ല. ഇതെല്ലാം ചെയ്യേണ്ടതാണെന്ന് സ്വയം ബോധ്യമാകുന്ന വിധം ആണ് കാര്യങ്ങൾ. വിധങ്ങളുടെ ജീവിതത്തിലെ പാരന്റിങ് മത്സരം നടത്താറുണ്ടായിരുന്നു. അബ്ബാസ് റളിയല്ലാഹുവിന്റെ കുട്ടികളുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഉബൈദുല്ലാഹിബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഉബൈദുല്ലാഹ് എന്നീ 2 മക്കൾ. അവരെ വിളിച്ചുകൊണ്ട് ഇടക്കിടക്ക് നബിതങ്ങൾ അവരുമായി മത്സരം നടത്തും. നബിതങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കും, എന്നിട്ട് അവരോട് പറയും നിങ്ങൾ ആ ഭാഗത്ത് 2 പേരും ഓടി വരണം, ആദ്യം എത്തുന്ന ആൾക്ക് ഇന്ന സമ്മാനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി കളിയിലും തമാശയിലും ഏർപ്പെടാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും സമയം കണ്ടെത്താറുണ്ടായിരുന്നു. തമാശകളിൽ ഏർപ്പെടുന്ന എത്രയോ രംഗങ്ങൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു പാരന്റിങ്ങിന്റെ ടിപ്പായി, പാരന്റിങ്ങിന്റെ മറ്റൊരു ഭാഗമായിട്ട് കടന്നു വരുന്നതാണ് ലിസണിങ് ആൻഡ് അറ്റൻഷൻ. കുട്ടികളുമായിട്ട് നമ്മൾ സംവദിക്കുന്നത്, കുട്ടികളുമായി കളിക്കുന്നത് നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമാണ്. എന്നാൽ അതിലുപരി കുട്ടികൾക്ക് അവരുടേതായ കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ, കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, അവർക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാനും അവരുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, നമ്മളൊരു വലിയ ആളായിട്ട് കേട്ടു, ഓക്കെ അതൊന്നും പ്രശ്നമില്ല, അതൊന്നും ഇപ്പൊ കേൾക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്നതല്ല, മറിച്ച് അവരുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കുട്ടികളുടെ ഇടയിലെത്തുമ്പോൾ ഒരു കുട്ടിയായി മാറിയിട്ട് ആ കുട്ടിയെപ്പോലെ കുട്ടിയോട് സംവദിക്കാനും പെരുമാറാനുമുള്ള കഴിവ് അതൊരു പാരന്റിന് ഏറ്റവും ആവശ്യമാണെന്നാണ് ഇന്നത്തെ പാരന്റിങ് എക്സ്പേർട്ടുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് വലിയൊരു ഘടകമാണത്ര. അത് അവരുടെ കാര്യങ്ങളെ അവരെപ്പോലെ കേൾക്കാൻ, ഒരു കുട്ടിയായി കേൾക്കാൻ, അവരുടെ കൂടെ കൂടുന്ന സമയത്ത് ഒരു കുട്ടിയാവാനുള്ള കഴിവ് അതൊരു പാരന്റിന് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സഹോദരനെ കുറിച്ച് ഒരു ചരിത്രം പറയുന്നുണ്ട്. അബൂ ഉമൈർ എന്നവരെല്ലാം വിളിക്കുന്ന ഒരു കൊച്ചുകുട്ടി, ചെറിയ കുട്ടിയാണ്, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. ആ കുട്ടിയെ അവിടെ ഉള്ള ആളുകളൊക്കെ വിളിക്കാറുള്ളത് അബൂ ഉമൈർ ആണ് വിളിക്കാറുള്ളത്, അബൂ ഉമൈർ. ഈ കുട്ടിക്ക് ചെറുപ്പത്തിൽ ആ കുട്ടിയാകുന്ന സമയത്ത് ഒരു പക്ഷി ഉണ്ടായിരുന്നു. എപ്പോഴും ആ പക്ഷിയുമായി ഇങ്ങനെ കളിച്ച് തന്റെ ഒരു വളർത്തു പക്ഷിയായിട്ട് ഒരു പേട്ട് കൊടുക്കുന്ന ഒരു നുഗൈർ എന്നാണ് ആ കുട്ടി ആ പക്ഷിക്ക് പേരിട്ടിരുന്നത്. നുഗൈർ എന്ന് പേരിട്ട ഒരു പക്ഷി. ഈ പക്ഷി വളരെ ഫേമസ് ആണല്ലോ. ആ കുട്ടിയോട് കൂടെ എപ്പോഴും ഈ പക്ഷി ഉണ്ടാവും എന്നുള്ള അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ ആളുകൾക്കൊക്കെ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടിയെ കാണുന്ന സമയത്തൊക്കെ വിശേഷം അന്വേഷിക്കുമ്പോൾ, കുശലാന്വേഷണങ്ങൾ നടത്തുമ്പോൾ കുട്ടിയെ കാണുമ്പോഴേക്ക് എന്താണ് ചോദിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ചോദിക്കാറുള്ളത് കൈഫൻ നുഗൈർ, എങ്ങനെയുണ്ട് നുഗൈറിന് സുഖമല്ലേ? അതിങ്ങനെ ചോദിക്കൽ അങ്ങനെയാണ്. കൈഫൻ നുഗൈറിന് എങ്ങനെയുണ്ട്, സുഖമല്ലേ? എന്റെ ഉമ്മക്ക് സുഖമുണ്ടോ വാപ്പാക്ക് സുഖമുണ്ടോ ചോദിക്കുന്നതിനേക്കാൾ ഏറെ ആ കുട്ടിയുടെ ലോകത്ത് ആ കുട്ടിക്ക് പ്രധാനം തന്റെ കൊച്ചു പക്ഷിയാണ്.
നുഗൈർ എന്ന തന്റെ വളർത്തുപക്ഷിയാണ് ആ കുട്ടിക്ക് ഏറ്റവും തന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ കാണുന്ന സമയത്തൊക്കെ നബി തങ്ങൾ ആ കുട്ടിയോട് ചോദിക്കും, കൈഫൻ നുഗൈർ, നുഗൈർ എങ്ങനെയുണ്ട്, നുഗൈറിന് സുഖമാണോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ കുട്ടിയെ കാണുന്നത്. ആ കുട്ടി വളരെ വിഷാദനായി, വളരെ വിഷണ്ണനായി, വളരെ സങ്കടം പിടിച്ചുകൊണ്ട് ദുഃഖിതരായി ഇങ്ങനെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. ആ മദീനയിൽ നടക്കുന്ന വഴിയിലെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നബി തങ്ങൾ നേരെ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ചു, യാ അബാ ഉമൈർ കൈഫൻ നുഗൈർ, അബൂ ഉമൈറെ, നുഗൈർ എങ്ങനെയുണ്ട്, നിനക്ക് എന്തു പറ്റി, മുഖത്തിൽ ഒരു ദുഃഖമുണ്ടല്ലോ, നുഗൈറിന് എങ്ങനെയുണ്ട്, വല്ലതും പ്രശ്നമുണ്ടോ? ഉടനെ കുട്ടി പറഞ്ഞു, പ്രവാചകരെ, മാത്തൻ നുഗൈർ, എന്റെ നുഗൈർ ചത്തുപോയി, നുഗൈർ മരിച്ചുപോയി, മാത്തൻ നുഗൈർ, എന്റെ നുഗൈർ മരിച്ചു തങ്ങളെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ ഇരുന്ന കുട്ടിയുടെ കൂടെ ഇവിടെ നിലത്തിരുന്നിട്ട് കുട്ടിയുടെ പുറത്ത് തടവിയിട്ട് കുട്ടിയെ സമാശ്വസിപ്പിക്കുകയാണ്. ഒരു മുതിർന്ന മനുഷ്യന് തന്റെ ബന്ധുവായ ആരെങ്കിലും മരിച്ചാൽ അയാളെ സമാശ്വസിപ്പിക്കുന്ന പോലെ ആ കുട്ടിയോട് അടുത്തിരുന്നിട്ട് ആ കുട്ടിയുടെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിബിധങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അതിലൂടെ അങ്ങനെ സ്വഹാബത്ത് നടന്നത്. അവർ നിബിധങ്ങളെ കണ്ടു. ഈ അബൂ ഉമൈർ എന്ന കൊച്ചു കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് നിബിധങ്ങൾ ആ കുട്ടിയെ പോലെ സങ്കടം പ്രകടിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയുടെ സങ്കടത്തിൽ പങ്കുകൊണ്ടുകൊണ്ട് അതിൽ ഷെയർ ചെയ്തുകൊണ്ട് നബി തങ്ങൾ ആ കുട്ടിയുടെ പുറത്ത് തടവിയിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന സമയത്താണ് സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ കടന്നു വരുന്നത്. അവർ ചോദിച്ചു, നബി തങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, അബൂ ഉമൈറിന്റെ കൂടെ ഇരിക്കുന്നത് എന്തിനാണ്? നബി തങ്ങൾ പറഞ്ഞു, നമ്മുടെ മാത്തൻ നുഗൈർ, നമ്മുടെ നുഗൈർ മരിച്ചിരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞ പ്രയോഗം അങ്ങനെയായിരുന്നു, മാത്തൻ നുഗൈർ, നുഗൈർ മരിച്ചിരിക്കുന്നു. ജലസ്തു ഉവാസിഹി, ഞാൻ അവനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ അബൂ ഉമൈറിന്റെ കൂടെ ഇരുന്നതാണ്. നോക്കൂ നിങ്ങൾ ആ പ്രയോഗം, നുഗൈർ മരിച്ചു. ആ കുട്ടി എങ്ങനെയാണ് നബി തങ്ങളോട് പറയുന്നത്, അതേ പ്രാധാന്യത്തോടെയാണ് നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നത്. നുഗൈർ മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ ഈ നുഗൈറിന്റെ മരണത്തിൽ ഈ അബൂ ഉമൈറിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ജലസ്തു മഅഹു ഉവാസിഹി, ഞാൻ അവനെ മുവാസാത്ത് ചെയ്തുകൊണ്ട് അവനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നതാണെന്ന് പറയുമ്പോൾ നബി തങ്ങൾ ആ കുട്ടിയോടൊപ്പം മറ്റൊരു കുട്ടിയായി മാറുകയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നബി തങ്ങളുടെ തിരക്കുകളെല്ലാം നമുക്ക് കൂട്ടി വായിക്കാം, നബി തങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൂട്ടി വായിക്കാം. നബി തങ്ങൾക്ക് ഇടപെടാനുള്ള അതിഭീകരവും അതിലേറെ അവശ്യമായ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത എത്രയോ സന്ദർഭങ്ങളെ നമുക്ക് കൂട്ടി വായിക്കാം. ആ സമയത്താണ് തറയിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിലത്തിരുന്നു കൊണ്ട് അബൂ ഉമൈറിനോട് കൂടെ ആ കുട്ടിയുടെ മരിച്ചുപോയ അല്ലെങ്കിൽ ചത്തുപോയ ആ കിളിയുടെ കാര്യത്തിൽ സമാശ്വസിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പറഞ്ഞ പ്രയോഗം തന്നെ പലപ്പോഴും ഏറെ ഹൃദയസ്പൃക്കാണ്, നമ്മുടെ മനസ്സിൽ തട്ടിപ്പോകും. മാത്തൻ നുഗൈർ, ആ അബൂ ഉമൈർ പറയുന്ന അതേ പ്രയോഗമാണ് നബി തങ്ങൾ അങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്നത്. മാത്തൻ നുഗൈർ, നുഗൈർ മരിച്ചുപോയി. ജലസ്തു മഅഹു ഉവാസിഹി, ഞാൻ അവനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ അവന്റെ കൂടെ ഇരുന്നതാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞ പ്രയോഗം. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കേവലം ഒരു സമാശ്വാസത്തിൽ ഒതുക്കാതെ തന്റെ സ്വഹാബികൾക്ക് കൂടി കൈമാറുമ്പോൾ നമുക്ക് ഇന്നും ലഭ്യമായ ഹദീസുകളുടെ കൂട്ടത്തിൽ നമുക്കത് ലഭ്യമാകുമ്പോൾ നമുക്കൊക്കെ അത് വലിയ പാഠമാണെന്ന് നബി തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു എന്നതിലപ്പുറം അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി പകർത്തേണ്ടതാണെന്നുള്ള ഒരു പാരന്റിങ്ങിന്റെ. എന്നതുപോലെ നമ്മൾ ഈ പാരന്റിങ്ങിന്റെ മറ്റൊരു കാര്യങ്ങൾ നമ്മൾ നോക്കും, മറ്റൊരു ടിപ്പിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അതിൽ പറയുന്ന മറ്റൊരു ഭാഗമാണ് കൺസിഡർ എ ചൈൽഡ് ആസ് എ പേഴ്സൺ. ഒരു കുട്ടിയെ നമ്മളൊരു പേഴ്സൺ ആയി, ഒരു വ്യക്തിയായി നാം പരിഗണിക്കുക. ഒരു കുട്ടിയെ ഒരു വ്യക്തിയായിട്ട് വേണം പരിഗണിക്കാൻ. ഒരു കുട്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ നമ്മൾ അവന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കാനോ അവനൊരു കുട്ടിയായി നമ്മൾ മാറ്റി നിർത്താനോ ഒരിക്കലും നമ്മൾ തയ്യാറാവരുത്. കാരണം കുട്ടികൾ എപ്പോഴും വലിയവരാണ്. കുട്ടികൾ എപ്പോഴും വലിയവരാവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ അവരെപ്പോഴും കുറച്ചൊന്ന് വലുതായാൽ തന്നെ വലിയ ആളായി എന്ന് പറയുമ്പോഴാണ് അവർക്ക് സന്തോഷമാകുന്നത്. ഇങ്ങനെ വലുതല്ലോ കഴിയുമ്പോൾ ആ കുട്ടിക്ക് വലിയ സന്തോഷം. ഞാനൊരു ചെറിയ കുട്ടിയാണ്, കൂട്ടത്തിൽ കൂടേണ്ടവനല്ല എന്നതിൽ നിന്ന് പകരം നീയും നമ്മുടെ കൂടെ കൂടേണ്ടവനാണ്, നീ വലിയവനായിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഏതൊരു കുട്ടിക്കും അത് സന്തോഷമാക്കുന്നത്. അതാണ് ഇന്ന് എക്സ്പേർട്ടുകൾ പറയുന്നത്, പാരന്റിങ്ങിന്റെ എക്സ്പേർട്ടുകൾ പറയുന്നത് ഒരു കുട്ടിയെ നമ്മൾ പടി കൂടി മുന്നോട്ട് കടന്നിട്ട് അവനൊരു വ്യക്തിയായി നാം റെസ്പെക്ട് ചെയ്യണം എന്ന് വരെ പറയുന്നുണ്ട്. ഒരു വ്യക്തിയായി റെസ്പെക്ട് ചെയ്യണം. സാധാരണ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ പലരും പറയാറുണ്ട്, നമ്മൾ എവിടെങ്കിലൊക്കെ ഭക്ഷണം എന്നതുപോലെ നാം കുട്ടിക്കും സമാനമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം വിളമ്പാൻ. നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി, 3 മുതിർന്നവരുണ്ട്, ഒരു കുട്ടിയുണ്ട്. സാധാരണ ചെയ്യാറുള്ളത് 3 ജ്യൂസ് പറയും, കുട്ടിക്ക് ഒരു എംറ്റി ഗ്ലാസ്, ഒരു കാലി ഗ്ലാസ് പറഞ്ഞുകൊണ്ട് അവനെ അതിൽ ഷെയർ ചെയ്തുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട്, കാരണം അവന് മുഴുവൻ കുടിക്കില്ല എന്ന ധാരണയാണ്. എന്നാൽ അതിൽ പകരം എക്സ്പെർട്ടുകൾ പറയുന്നത് അങ്ങനെ ചെയ്യുന്നതിന് പകരം ആ കുട്ടിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയത് ഓർഡർ ചെയ്തിട്ട് അതിൽ നിന്ന് പകുതി നമ്മൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒഴിച്ചുകൊണ്ട് നാം നമ്മളെ
ഒരു കുട്ടിയായി മാറ്റിയാലും ആ കുട്ടിയെ ഒരു പേഴ്സണായി നാം പരിഗണിക്കണമെന്നാണ് പറയുന്നത്. പലപ്പോഴും സ്കൂളുകളിലൊക്കെ നമ്മൾ പോയാൽ കാണാം, സ്കൂളുകളിലൊക്കെ തന്നെ എഴുതി വെക്കാറുണ്ട്, കൺസിഡർ എ ചൈൽഡ് ആസ് എ പേഴ്സൺ. ഒരു ചൈൽഡിനെ ഒരു കുട്ടിയെ നമ്മൾ ഒരു പേഴ്സൺ ആയി കാണണം. ഒരു കുട്ടിയായ ചെറിയ കുട്ടിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും മാറ്റി നിർത്തേണ്ടവനല്ല. ഒരു പടി കൂടി കടന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർ പറയുന്നുണ്ട്, റെസ്പെക്ട് എ പേഴ്സൺ ചൈൽഡ് ആസ് എ പേഴ്സൺ. ഒരു കുട്ടിയെ പരിഗണിച്ചാൽ മാത്രം പോരാ, ഒരു പേഴ്സണായി റെസ്പെക്ട് ചെയ്യണം. സാധാരണ നമ്മളൊരു പേഴ്സണെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ നാം കുട്ടിയെയും റെസ്പെക്ട് ചെയ്യണം. ഒരു കൺസിഡറേഷനുമല്ല, അവർക്ക് മുഖത്തിനാവും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ. ഒരിക്കലും തങ്ങൾ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെ പ്രമുഖരായ സ്വഹാബികളൊക്കെ സദസ്സിലുണ്ട്. അബൂ റളിയല്ലാഹു അടക്കമുള്ള, ഉമർ റളിയല്ലാഹു അടക്കമുള്ള, ഖാലിദ് റളിയല്ലാഹു അടക്കമുള്ള പല പ്രമുഖരായ സ്വഹാബികളും ഇരിക്കുന്ന സദസ്സിലേക്ക് ഉതിയ ബി ശറാബിൻ, ഒരൽപ്പം പാല് ആരോ സമ്മാനമായിട്ട് ഒരാൾ ഹദിയയായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. ആ സദസ്സിലേക്ക് സമ്മാനമായി ഒരു കപ്പിൽ പാല് കൊണ്ടുവന്ന് കൊടുത്തു. നിബിതങ്ങൾ ഭക്ഷണത്തിൽ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തന്റെ ചുറ്റും വലതുഭാഗത്തും പല പ്രമുഖരായ ആളുകൾ ഇരിക്കുന്നുണ്ട്, ഇടതുഭാഗത്തും പ്രമുഖരായ പലരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തന്റെ നിബിതങ്ങളുടെ വലതുഭാഗത്ത് ഇരിക്കുന്നത് അബ്ദുല്ലാഹിബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന കൊച്ചു കുട്ടിയാണ്. അബ്ദുല്ലാഹിബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു മകനായ അബ്ദുല്ലാഹി. ഇടതുഭാഗത്ത് അബൂ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഇടതുഭാഗത്തുണ്ട്. മറ്റു മുതിർന്ന പല സ്വഹാബികളും പല സ്വഹാബി പ്രമുഖരും അതിനുശേഷം മറ്റു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾക്കറിയാം, ഒരു സദസ്സിന്റെ മര്യാദ, അതിന്റെ മാനർ, അതിന്റെ രീതി അനുസരിച്ച് ഒരാൾക്ക് സാധനം കിട്ടിയാൽ അദ്ദേഹം അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടത് വലതുഭാഗത്തിരിക്കുന്ന ആൾക്കാണ്. എന്റെ തൊട്ടും അടുത്ത് വലതുഭാഗത്തിരിക്കുന്ന ആളാണോ അയാൾക്കാണ് കൈമാറേണ്ടത്. അങ്ങനെ കൈമാറി അങ്ങനെ പോയിട്ട് വേണം ഏറ്റവും അവസാനം മറ്റു ഭാഗത്തേക്ക് എത്താൻ. നിബിതങ്ങൾ ഈ പാല് കുടിച്ചുകൊണ്ട് നിബിതങ്ങൾ നേരെ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ഇത് മുതലായ ആളുകൾക്ക് കൊടുക്കട്ടെയോ? ആ കുട്ടിയോട് നിബിതങ്ങൾ ചോദിക്കണം. ആ കുട്ടിയോട് നിബിതങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കുന്നു, ഞാൻ ഇത് ഇവിടെയുള്ള മുതിർന്നവരായ ആളുകൾക്ക് ഞാൻ കൊടുക്കട്ടെയോ? അബൂ റളിയല്ലാഹു അടക്കമുള്ള, ഉമർ റളിയല്ലാഹു അടക്കമുള്ള, ഖാലിദ് റളിയല്ലാഹു അടക്കമുള്ള പ്രമുഖരായ സ്വഹാബികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇവർക്ക് കൊടുക്കട്ടെയോ എന്ന് കുട്ടിയോട് ചോദിച്ചു. കുട്ടി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. കുട്ടി ബുദ്ധിമാനായ കുട്ടിയായിരുന്നു. കുട്ടി പറഞ്ഞു പറ്റില്ല. ലാ ഊസിറു ബിനസീബി മിൻക അഹദൻ. താങ്കളുടെ ചുണ്ട് തട്ടിയ ആ ഭാഗത്ത് നിന്ന് ആദ്യം കുടിക്കുന്നവൻ ഞാനാവണം. അതിന് ലഭിച്ചൊരു അവസരമാണ് എനിക്ക്. ആ അവസരം ഞാൻ മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കില്ല, അത് എനിക്ക് തന്നെ വേണമെന്നാ കുട്ടി പറഞ്ഞത്. ലാ ഊസിറു ബിനസീബി മിൻക അഹദൻ. നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ച ഈ വലിയൊരു സൗഭാഗ്യം താങ്കളുടെ ചുണ്ട് തട്ടിയ ഒരാൾക്ക് ഞാൻ കൊടുക്കില്ല, അത് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ നിബിതങ്ങൾ നേരെ കപ്പ് ആ കുട്ടിയുടെ കയ്യിലേക്ക് കൈമാറുകയാണ്. മറ്റുള്ളവരൊക്കെ നോക്കുന്നുണ്ട്. അബൂ റളിയല്ലാഹു നോക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹു നോക്കുന്നുണ്ട്, ഖാലിദ് റളിയല്ലാഹു നോക്കുന്നുണ്ട്. ഒന്നും നിബിതങ്ങൾ പരിഗണിക്കാതെ ആ കുട്ടിക്ക് കൈമാറുന്നു. അത് കുട്ടിയല്ലെന്ന് കരുതി അവനോട് സമ്മതം വാങ്ങാതെ, അവനോട് ചോദിക്കാൻ നിൽക്കാതെ അപ്പുറത്ത് കൊടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നിബിതങ്ങൾ ചെയ്തത്. ആ കുട്ടിയോട് സമ്മതം ആദ്യം ചോദിക്കുന്നു. കുട്ടി സമ്മതിക്കാതിരിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞതനുസരിച്ച് തന്നെ കുട്ടിക്ക് തന്നെ കൊടുക്കുന്നു. കാരണം അവനാണ് അതിന് അർഹൻ, അവൻ കുട്ടിയാണെന്നത് കൊണ്ട് അവന്റെ പേഴ്സണാലിറ്റിയെ അംഗീകരിക്കാതിരുന്നുകൂടാ. ആ കുട്ടിയെ ഒരു പേഴ്സണായി കൺസിഡർ ചെയ്തു എന്ന് മാത്രമല്ല, റെസ്പെക്ട് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് റെസ്പെക്ട് ചെയ്ത ആ കുട്ടിയെ അങ്ങനെ തന്നെ ബഹുമാനിക്കുകയാണ്, ഒരു വ്യക്തിയായി ബഹുമാനിക്കുന്ന കുട്ടിയെ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറെ അവിടെ കൂട്ടി വായിക്കാൻ പറ്റും. അവിടെ വേണമെങ്കിൽ നിബിതങ്ങൾക്ക് ആരോടും ഈ കുട്ടിയോട് പോലും ഇടതുഭാഗത്തുള്ളവർക്ക് കൊടുക്കാമായിരുന്നു. അത് നൽകുന്ന സന്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടി വായിക്കുമ്പോൾ അത് ഒരു തെറ്റായ സന്ദേശം അല്ലെങ്കിൽ കുട്ടിക്കുള്ള ഒരു ആദരവിന്റെ കുറവാണോ എന്നുള്ള സന്ദേശം നൽകിയേക്കാൻ നിബിതങ്ങൾ ചെയ്തില്ല. ഇനി വേണമെങ്കിൽ കുട്ടിയോട് തന്നെ ഇപ്പുറത്തേക്ക് കൊടുക്കട്ടെയോ എന്ന് സമ്മതം ചോദിക്കാതെ നേരിട്ട് കുട്ടിക്ക് അങ്ങ് കൈമാറാമായിരുന്നു. കുട്ടിയോട് ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല, നേരിട്ട് കുട്ടിക്കനോട് കൊടുത്തു. എന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈ കുട്ടിയാണ്, അവനാണ് കൊടുക്കേണ്ടത്, അവനോട് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് ആ കുട്ടിക്ക് വേണമെങ്കിൽ അങ്ങ് കൈമാറാമായിരുന്നു. പക്ഷെ അങ്ങനെ കൈമാറിയാലും എന്നതിനേക്കാൾ ഏറെ സ്വാധീനമുണ്ട് ഈ ചോദ്യത്തിന്. ആ കുട്ടിയോട് ചോദിക്കുകയും കുട്ടി സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കുട്ടിക്ക് തന്നെ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ റെസ്പെക്ട് പൂർണ്ണമാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് ആ റെസ്പെക്ട് പൂർണ്ണമാകുന്നത്. കുട്ടിയോട് ചോദിക്കുന്നു, കുട്ടി പറഞ്ഞു ഇല്ല എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു, ഉടനെ ആ കുട്ടിക്ക് കൊടുക്കുന്നു. നിബിതങ്ങൾ ചോദിച്ചതിന് പോലും കുട്ടി നിരസിച്ചിട്ട് ആ നിരാസത്തെ പരിഗണിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് തന്നെ അത് കൈമാറുമ്പോഴാണ് അവിടുത്തെ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാകുന്നത്. അപ്പൊ ഒരുപക്ഷെ നിബിതങ്ങൾ ചോദിക്കുന്നത് തന്നെ ആ ചോദ്യം പോലും നിബിതങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ഈ കുട്ടി ഒരിക്കലും സമ്മതിക്കില്ല, ഇതാ കുട്ടിക്ക് തന്നെ വേണ്ടി വരുമെന്നറിയാം.
എന്നാൽ എന്നിട്ടും ചോദിക്കുന്നു, ആ ചോദിച്ചതിന് അനുസരിച്ച് കുട്ടിയുടെ സമൂഹത്തിന് കൂടുതൽ ബോധ്യമാകുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ പേഴ്സണായി പരിഗണിക്കണം എന്ന ആ കൃത്യമായ സന്ദേശം തന്നെയാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിന് കൈമാറുന്നത്. വരാനിരിക്കുന്ന അവസാന കാലം വരെ വരാനിരിക്കുന്ന ആളുകൾക്ക് മുഴുവനും, തന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും കൈമാറുന്ന സന്ദേശം അത് തന്നെയാണ്. ഒരു കുട്ടിയെ നാം പേഴ്സണായി തന്നെ പരിഗണിക്കണം, അവനെ കൺസിഡർ ചെയ്യണം, അവനെ റെസ്പെക്ട് ചെയ്യണം എന്ന ഏറ്റവും വലിയ പാരന്റിങ്ങിന്റെ സന്ദേശമാണ് ഇതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൈമാറ്റം ചെയ്യുന്നത്. ഇതുപോലെ സമാനമായ മറ്റു പല കാര്യങ്ങളും മറ്റു പല അനുഭവങ്ങളും നമുക്ക് നബി തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. മറ്റൊരു പ്രധാനമായ ടിപ്പ് ആയി പറയുന്നത്, പാരന്റിങ്ങിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ടിപ്പായി പറയാറുള്ളത്, കീപ്പിംഗ് ഗുഡ് ഹാബിറ്റ്സ്. കുട്ടികളോട് അദമ്യമായ സ്നേഹം വേണം, അവരെ വേണ്ട വിധം പരിഗണിക്കണം. നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ യാതൊരുവിധ സമരസപ്പെടലുകളോ അവരുമായി അതിൽ തൽക്കാലത്തേക്ക് അവരുമായി അണ്ടർസ്റ്റാൻഡിൽ എത്തുകയോ, അത് കുട്ടിയോടെ ഉള്ള പാവമല്ലെന്ന് തോന്നിയിട്ട് അവർ അതിന് വെറുതെ വിടുകയോ, അവൻ ഇഷ്ടമുള്ളത് എന്തും ചെയ്തു കൊള്ളട്ടെ എന്നുള്ള മനോഭാവം ഉണ്ടാവുകയോ ചെയ്തുകൂടാ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ തങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന മറ്റൊരു രംഗം. മദീനയിലെ പള്ളിയിലേക്ക് ഒരിക്കൽ കൊണ്ടുവരപ്പെട്ട സക്കാത്തിന്റെ മുതലുകൾ. സക്കാത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറെ മുതലുകൾ പിരിച്ചെടുത്തു. മുതൽ കൊണ്ടുവരപ്പെട്ടു. ഈത്തപ്പഴമുണ്ട്, മുന്തിരിയുണ്ട്, തുടങ്ങിയ കുറെ ധാന്യങ്ങളും പഴങ്ങളും എല്ലാം മദീനയിലെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. സക്കാത്തിന്റെ ഭാഗമായിട്ട് പലയിടത്തും വന്നതാ. നബി തങ്ങളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ്, ശബ്ദം സ്പീഡാകുന്നുണ്ടല്ലേ, ഓക്കെ, അല്പം സ്പീഡ് കുറക്കാൻ ശ്രമിക്കുക. സ്പീഡ് പൊതുവേ നമ്മുടെ ഒരു പ്രകൃതമാണ്. നബി തങ്ങൾ നേരെ അങ്ങോട്ട് പള്ളിയിലേക്ക് ചെന്നപ്പോഴാണ് കാണുന്നത്, തന്റെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു ഈത്തപ്പഴം, ആ സക്കാത്തിന്റെ സ്വത്തായി വന്ന ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്തുകൊണ്ട് വായയിൽ ഇട്ടിരിക്കുന്നു. അതിൽപ്പെട്ട ഒരു ഈത്തപ്പഴം എടുത്ത് വായയിൽ ഇട്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ആ കുട്ടിയുടെ വായയിൽ കൈ ഇട്ടുകൊണ്ട്, വിരലിട്ടുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കുകയാണ്. ക്ലിയർ ഉണ്ട്? ഓക്കെ. വായയിൽ കൈയിട്ടുകൊണ്ട് ആ ഈത്തപ്പഴം പുറത്തേക്ക് എടുത്തുകൊണ്ട് പറയുന്നു, കഹിൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ വായയിൽ നിന്ന് അത് പുറത്തേക്ക് തുപ്പാൻ വേണ്ടി ആ കുട്ടിയോട് ശക്തമായി പറഞ്ഞുകൊണ്ട് വായയിലേക്ക് കൈയിട്ടുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നഹാ മിനസ് സദഖത്തി ലാ തഹില്ലു ലി ആലി മുഹമ്മദ് ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദിൻ. അങ്ങനെ കൈയിട്ടുകൊണ്ട് ആ ഈത്തപ്പഴം പുറത്തേക്ക് എടുത്തിട്ട് ആ പറയുന്ന വാക്ക് ഹദീസ് അങ്ങനെ തന്നെ പറയും, കഹിൻ കഹിൻ എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം മോശമായി അത് തുപ്പണം, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയോട് പറഞ്ഞിട്ട് ശേഷം ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നഹാ മിനസ് സദഖത്തി, മോനെ ഇത് സദഖയിൽപ്പെട്ടതാണ്, ഇത് സക്കാത്തിന്റെ സ്വത്താണത്, ഇത് മുഹമ്മദിന്റെ കുടുംബത്തിനോ ഇത് ഹലാലല്ല, അനുവദനീയമല്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ അതിനൊക്കെ ഒരു കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, ഈ ഒരു സംഭവത്തെ, ഈ ഒരു ചരിത്രത്തെ നമ്മൾ എടുത്തുകൊണ്ടൊന്ന് വിശദമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ നിലക്ക് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും, ഏതൊക്കെ നിലക്ക് നമുക്ക് അതിന്റെ അർത്ഥ തലങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, ഒരു ഈത്തപ്പഴം ആ കുട്ടി എടുത്തു, ഓക്കെ, ആ കുട്ടി കടിച്ചോട്ടെ. അതിന് പകരം നമുക്ക് അതിലേക്ക് ഒരു 3 ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു 10 ഈത്തപ്പഴം നമുക്ക് വെച്ചു കൊടുക്കാം. ഒന്ന് വെച്ചു കൊടുത്താൽ തന്നെ പകരമായി. അതിന് ഇനി വേണ്ട നമുക്ക് ഒന്നുകൂടി കൂടിയിട്ട് 3 ഈത്തപ്പഴം നമ്മുടെ വക വെച്ചു കൊടുത്തു, പ്രശ്നം പരിഹരിച്ചു. അതിന് 10 എക്സ്ട്രാ നമുക്ക് കൊടുത്തു, എന്നാലും പ്രശ്നം പരിഹരിച്ചു എന്ന് നമുക്ക് പറയാം. എന്നാൽ അങ്ങനെ പരിഹരിക്കുമ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ ബാക്കിയാവുകയാണ്, ഇതെനിക്ക് തിന്നാൻ പറ്റുമെന്നുള്ള സന്ദേശം ബാക്കിയാവുന്നു. ആ കുട്ടി കരുതും, ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ തിന്നാം, പകരം വേറൊന്ന് വെച്ചു കൊടുത്താൽ മതി. ഇത് കാണുന്ന സമൂഹം എന്ത് മനസ്സിലാക്കുന്നു, അത്യാവശ്യ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം എന്ന സന്ദേശം കൈമാറുന്നു. അതിലൊന്നും നിൽക്കാതെ ആ കുട്ടിയുടെ വായയിലുള്ള ഈത്തപ്പഴം കൈയിട്ടുകൊണ്ട് പുറത്തേക്ക് എടുത്തിട്ട് കഹിൻ കഹിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് നൽകുന്ന സന്ദേശം, ഏറ്റവും നല്ല ഗുഡ് മാനേഴ്സ് എങ്ങനെയാണ് ഒരു കുട്ടിയിൽ കൾട്ടിവേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അവനിൽ അത് കൃഷി ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണത്. അത് എടുത്തുകൊണ്ട് നിങ്ങൾ പറയുക, അങ്ങനെയാണ് ദേഷ്യം പിടിച്ചുകൊണ്ട് ആ കുട്ടിയെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ആ കുട്ടിയെ അടിക്കുകയോ ആ കുട്ടിയോട് ദേഷ്യം പിടിച്ച് തൽക്കാലത്തേക്ക് എന്റെ മുമ്പിലേക്ക് വരണ്ടെന്ന് പറഞ്ഞ് നിർത്തൽ ചെയ്യുന്നത്. ഇത് പുറത്തേക്ക് എടുത്തിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നഹാ മിനസ് സദഖ, ഏറ്റവും നല്ല ഉപദേശം, ഇന്നഹാ മിനസ് സദഖത്തി, ഇത് സദഖയിൽപ്പെട്ടതാണ്, ഇത് സക്കാത്തിൽപ്പെട്ടതാണ്. ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദ്. ഗുഡ് മാനേഴ്സിന്റെ ആന്തോളനം, അത് കേൾക്കുന്ന സമൂഹത്തിനുണ്ടാകുന്ന
തന്നെ ശ്രവിക്കുന്ന, തന്നെ ദർശിക്കുന്ന തന്റെ അനുയായികൾ അപ്പുറത്തുണ്ട്. അവർക്കുണ്ടാകുന്ന ഈ നേതാവിനെ കുറിച്ചുള്ള, ആ നേതാവിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഇമേജ്, അവരുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഇംപ്രഷൻ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരിക്കലും സംശയിക്കാൻ വകയില്ലാത്ത വിധമാണ് ഇത് നമ്മളോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എത്ര ആ കുട്ടികൾ, നേരത്തെ നമ്മൾ പറഞ്ഞു കുട്ടികളോടുള്ള സ്നേഹം, തങ്ങൾക്ക് ആ കുട്ടികളോട്, പേരക്കുട്ടികളോടുള്ള കാണിക്കുന്ന സ്നേഹത്തിന്റെ അൺകണ്ടീഷണൽ ലവിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതേ ലവ് ഉള്ള കുട്ടികളെയാണ് നിമിതങ്ങൾ ഇത്തരം ഒരു കാര്യം കാണുമ്പോൾ ശക്തമായി ഇടപെടുന്നത്. അധന്യമായ ഇറങ്ങിയിട്ട് എടുത്ത കൂടാതെ കുട്ടികളത്തിൽ വേണ്ട സ്വബോധം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് ഒരു കാലൊക്കെ തിന്നുമ്പോഴേക്ക് നിമിതങ്ങൾ കൈയിട്ട് കൊണ്ട് വായിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ആ കുട്ടിയെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരിൽ കീപ്പിംഗ് ഗുഡ് ഹാബിറ്റ്സ്, അവരിൽ നല്ല ഹാബിറ്റുകൾ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതിന്റെ ഏറ്റവും പ്രകടമായ, ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇന്നുപോലെ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും. ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും. ഉമർ ബിൻ അബീ സലമ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നിമിതങ്ങളോട് കൂടെ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്റെ കൈ ഇങ്ങനെ ഈ പാത്രത്തിൽ എന്റെ കൈ ഇങ്ങനെ ചുറ്റി നടക്കാറുണ്ടായിരുന്നു. ചില കുട്ടികൾ അങ്ങനെയാണ്, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് എന്റെ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ട സമയത്ത് ആദ്യം തന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, യാ ഗുലാമു സമ്മില്ലാഹ വകുൽ ബിയമീനിക, വകുൽ കഴിക്കേണ്ടത്, വകുൽ മിമ്മ യലീക, നിന്റെ അടുത്തുള്ളതിൽ നിന്ന് നീ കഴിക്കുക, ദൂരത്തുള്ളതിൽ നിന്ന് എടുക്കാതെ ഏറ്റവും അടുത്തുള്ളതിൽ നിന്ന് നീ കഴിക്കാൻ തയ്യാറാവുക. ഈ കാര്യങ്ങൾ ആ കുട്ടി ഉപദേശിച്ചു കൊടുക്കുന്നു. ആ കുട്ടിയാണ് ഇതിന് വലുതായിട്ട് ഈ ഹദീസ് ജനങ്ങളോട് പറയുന്നത്. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ ഉപദേശിച്ചു. കുട്ടികളെ ആവശ്യാനുസരണം, ആവശ്യമാകുന്ന സമയത്ത് സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് എപ്പോഴാണോ അവർക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് അവർക്ക് ടൈംലി അവർക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കണം. ഏറ്റവും നല്ല മാനേഴ്സുകൾ അവരിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇതിലൂടെ നമുക്ക് കാണാനാകുന്നത്. ഇതുപോലെ നമുക്കറിയാം, കുട്ടികളോട് ഏറ്റവും അധികം സ്നേഹം പ്രകടിപ്പിച്ച, കുട്ടികളുടെ പ്രവാചകൻ എന്ന് തന്നെ പറയാവുന്ന നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ തന്നെ നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അടിക്കണമെന്നാണ്. അവർക്ക് 10 വയസ്സായാൽ പിന്നെ നിസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം എന്ന് കരുതിയിട്ട് അടിക്കാതിരിക്കുകയല്ല, മറിച്ച് അടിക്കേണ്ടി വന്നാൽ അടിക്കണമെന്നാണ് പറയുന്നത്. അത് കുട്ടിയെ അടിക്കാനാ പറയുന്നത്, നിസ്കാരം ഉപേക്ഷിക്കുന്നത്. കാരണം അവിടെ നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരിക്കലും പൊറുക്കപ്പെടാനാവാത്ത, അവർക്ക് വകവച്ച് കൊടുക്കാനാവാത്ത വലിയൊരു അപാകതയാണത്, അപരാധമാണ്. അതുകൊണ്ട് തന്നെ അടിച്ചുകൊണ്ട് തന്നെ ശരിയാക്കണം. നോക്കൂ നിങ്ങൾ, രണ്ടും തമ്മിൽ കൃത്യമായ ബാലൻസിങ് അവിടെ നടക്കുന്നത്. അവരുടെ അദമ്യമായ സ്നേഹമുണ്ട്, അതേസമയം കൃത്യമായ അവരുടെ ഹാബിറ്റുകൾ, ഗുഡ് മാനേഴ്സുകൾ എങ്ങനെയാണ് അവരിൽ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരിൽ അത് പരിപോഷിപ്പിച്ചെടുക്കേണ്ടത് എന്നതിന്റെ കൃത്യമായ സമയോചിതമായ ഇടപെടലുകൾ കൂടി വേണമെന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ മറ്റൊന്ന് പറയുന്ന, പാരന്റിങ്ങുമായി പറയുന്ന മറ്റൊരു കാര്യം പറയുന്നത് കീപ്പിംഗ് വേർഡ്സ്. നമ്മൾ കുട്ടികൾക്കൊരു വാക്ക് കൊടുത്താൽ അത് വാക്ക് പാലിക്കണം. നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പല വാക്കുകളും കൊടുക്കാറുണ്ട്, എന്നാലും നമ്മൾ പലപ്പോഴും കൃത്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ രാവിലെ പോകുന്ന സമയത്ത് പറയും, വൈകുന്നേരം വന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറയും. നമ്മൾ മറ്റു തരത്തിലായിട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. മറന്നുപോയാൽ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് എത്തുമ്പോൾ കുട്ടി ഓറും പൈസ പറയും, എന്നതിന് സമയമല്ല, പിന്നെ എപ്പോഴെങ്കിലും ആവാം. എന്നാൽ കുട്ടിക്ക് കൊടുത്ത വാക്കിന് നമുക്കൊരു വിലയില്ല എന്നർത്ഥം. കുട്ടിക്ക് കൊടുത്ത വാക്കിന് വിലയില്ല, കാരണം അവനൊരു കുട്ടിയാണ്. ഈ ഒരു ബോധം ഒരിക്കലും ശരിയല്ല എന്നാണ്. അത് കുട്ടിയിലും ചീത്തയായ ഇത്തരം സ്വഭാവങ്ങൾ, പറഞ്ഞ വാക്കുകൾ പാലിക്കാത്ത, അല്ലെങ്കിൽ കളവ് പറയുന്ന, പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അവസ്ഥകൾ കുട്ടിയിൽ ഉണ്ടാവാൻ കാരണമാകും. കാരണം കുട്ടി മനസ്സിലാക്കും ഇത് ഇതേപോലെ പറയാൻ പറ്റും, അല്ലെങ്കിൽ വാപ്പയുടെ വാക്കിന് ഒരു വിലയില്ലാതാകും. ഈ വാക്ക് പറഞ്ഞാൽ തന്നെ അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുമെന്നൊരു ഉറപ്പുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കുട്ടിയും എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ കീപ്പിംഗ് വേർഡ്സ് പാരന്റിംഗിൽ വളരെ പ്രധാനമാണ്. ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ പറ്റും. അബ്ദുല്ലാഹിബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്. അബ്ദുല്ലാഹിബ്നു ആമിർ അദ്ദേഹം പറയുന്ന, സ്വഹാബി മുതിർന്ന ശേഷം അദ്ദേഹം പറയുന്ന ഒരു ഹദീസിലുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഉമ്മ എന്നെ വിളിച്ചു. ഞാൻ കുട്ടിയായപ്പോ ഒരിക്കലും എന്റെ ഉമ്മ എന്നെ വിളിച്ചപ്പോ ആ ഉമ്മ എന്നോട് പറഞ്ഞത്, എന്റെ ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു താൽ ഉഴുത്തീക്ക എന്ന് പറഞ്ഞു എന്നോട്.
തആൽ ഉഅ്തീക, ഇവിടെ വാ ഞാൻ നിനക്ക് തരാം എന്ന് എന്നോട് പറഞ്ഞു. നമ്മൾ സാധാരണ ഉമ്മമാർക്ക് കുട്ടികളെ വിളിക്കുന്ന സമയത്ത് പറയുന്നതാണ്, ഇവിടെ വാ മിഠായി തരാന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തരാന്ന് പറയും. വെറുതെ വരാൻ വേണ്ടി പറയാറാണുള്ളത്. അങ്ങനെ എന്റെ ഉമ്മ എന്നെ വിളിച്ചു, ദഅത്നി ഉമ്മി എന്നെ വിളിച്ചു, തആൽ ഉഅ്തീക, വരൂ നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്നു. എനിക്ക് എന്റെ ഉമ്മ ഒരു കാരക്ക തന്നു. എനിക്കൊരു ഉമ്മ തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ കാണുന്നുണ്ട്, ഈ കുട്ടിയെ വിളിച്ചപ്പോ തആൽ ഉഅ്തീക എന്ന് ആ ഉമ്മ പറയുന്നതും, ശേഷം പോയപ്പോൾ നിമിതങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഉമ്മ വല്ലതും കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. ഉമ്മ ആ കുട്ടിക്ക് ഒരു കാരക്ക കൊടുത്തു. ഇത് കണ്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയോട് പറയുകയാണ്, അമാ ഇന്നക ലൗ ലം തുഅ്തിഹി ഷൈഅൻ, അമാ ഇന്നക ലൗ ലം തുഅ്തിഹി ഷൈഅൻ, അറിയണം നീ ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, ഞാൻ തരാമെന്ന് നീ പറഞ്ഞല്ലോ, നീ ഈ കുട്ടിക്ക് നീ ഒന്നും കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അതൊരു കളവായി എഴുതപ്പെടുമായിരുന്നു, നിന്റെ പാപത്തിന്റെ കൂട്ടത്തിൽ അതൊരു കളവായി അത് രേഖപ്പെടുത്തപ്പെടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമുക്ക് ഒരു കുട്ടികൾക്ക് നൽകുന്ന വാക്ക്, ആ വാക്ക് പാലിക്കണമെന്ന, അതിൽ പോലും നമുക്ക് കളവ് വന്നു പോകരുതെന്നുള്ള ആ കുട്ടിക്ക് അത് നൽകുന്ന സന്ദേശം എന്തായിരിക്കുമെന്ന ബോധം നൽകുന്ന ഒരു വലിയൊരു പാഠമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. സാധാരണ നമ്മൾ വളരെ നിസ്സാരമായിട്ട് പറയാറുള്ള, കുട്ടികളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സമ്മതിക്കുന്നവരൊക്കെ തന്നെ ഉമ്മമാര് പ്രത്യേകിച്ചും പറയാറുള്ള ഒരു ഭാഗമാണ്. അവർ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരാന്ന് പറയും, അല്ലെങ്കിൽ മിഠായി തരാന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോവാമെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ വിളിക്കാറുണ്ട്. ഒരു കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ വേണ്ടി പറയും, നീ എണീക്ക് നമുക്ക് പാർക്കിലേക്ക് പോകണം, അല്ലെങ്കിൽ അവിടെ പോവാണ്ട് ഇവിടെ പോവാണ്ടെന്ന് പറയും. സാധാരണ നമ്മൾ പറയുന്ന ഒരു വാക്കാണത്. എന്നാൽ അങ്ങനെ പറയുന്ന വാക്ക് പോലും സൂക്ഷിക്കണമെന്ന, അത് കുട്ടികൾക്ക് നൽകുന്ന സന്ദേശം ഒരു കൃത്യമായ യഥാർത്ഥ എഫക്റ്റീവ് പാരന്റിങ്ങിന്റെ സന്ദേശമല്ല എന്നുള്ളതാണ് ഇത് നൽകുന്നത്. അവിടെ കരീബ് കളവ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെയുള്ള ഒരു എഫക്റ്റ് അതാണല്ലോ. ഓരോ ദോഷവും അത് എന്തുകൊണ്ട് ദോഷമാകുന്നു എന്നതിന് സാമൂഹ്യമായ തലം കൂടിയുണ്ട്. ഒരു സാമൂഹ്യമായ തലം കൂടിയുണ്ട് അതിന്. ഒരു കളവ് പറയുമ്പോൾ ആ കളവ് പറയുന്നത് കേൾക്കുന്ന ആളുകൾക്ക് അതിലുണ്ടാകുന്ന ഒരു വലിയൊരു എഫക്റ്റ് ഉണ്ട് അതിന്. ഇയാളുടെ വാക്കിന് വിലയില്ലാതെ പോയി, ശേഷം മറ്റുള്ളവർക്ക് അത് കാരണമായി ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. ഹദീസിന്റെ അതാണ് കൃത്യമായിട്ട് അദ്ദേഹം നമ്മുടെ അൽവാത്തി അദ്ദേഹം അത് ഹദീസിന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം അതിൽ എഴുതി കാണിക്കുന്നത്. തമ്രൻ, ഒരു തമ്ര കൊടുക്കണമെന്ന് പറഞ്ഞു, ഞാൻ തമ്ര കൊടുക്കുമെന്ന് പറഞ്ഞു. തങ്ങൾ പറയുന്നത്, ഒന്നും കൊടുത്തില്ലെങ്കിൽ കുത്തിബത്ത് അലൈക്ക് കദിബത്തൻ, അതൊരു കളവായി രേഖപ്പെടുത്തപ്പെടുമായിരുന്നു. കുത്തിബത്ത് അലൈക്ക് കദിബത്തൻ, ഒരു കളവായി രേഖപ്പെടുത്തപ്പെടുമായിരുന്നു. ഒരു ഉമ്മ കുട്ടിയോട് പറഞ്ഞ വാക്കിനാണ് നബി തങ്ങൾ അവർ പ്രാധാന്യം നൽകുന്നത്. അവിടെ നമ്മൾ ഒരു കളവ് എന്ന് പറയുമ്പോൾ തന്നെ ആ കളവായി രേഖപ്പെടുത്തപ്പെടുന്നു എന്നതുകൊണ്ട് ഉണ്ടാകുന്ന വലിയ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദൂഷ്യഫലമാണത്. ഉമ്മ കളവ് പറയുന്നവരാണെന്ന് കുട്ടിക്ക് തോന്നിയാൽ, ഉമ്മ കളവ് പറയുന്നവരാണെന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ കുട്ടിയുടെ മനസ്സിൽ പിന്നെ കളവിന് ഒരു സ്ഥാനമില്ലാതെ പോയി, അല്ലെങ്കിൽ കളവിനെ കുറിച്ചുള്ള കുട്ടിയുടെ മനസ്സിലുള്ള ഒരു വലിയ തെറ്റാണെന്നുള്ള ബോധം തന്നെ നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരു ഉമ്മയാണല്ലോ കുട്ടിയുടെ ഒന്നാമത്തെ മദ്രസ. അലുമ്മു മദ്രസത്തുൻ ഇദാ അഅദത്തഹ കവി പറയുന്നത്. ഉമ്മയാണ് ആദ്യത്തെ മദ്രസ. ആ ഒരു മദ്രസയെ നീ ശരിയാക്കിയെടുത്താൽ ഹസനുൽ അറാഖ്, അവരുടെ വേരുകൾ തന്നെ സുസ്ഥാപിതമായ വ്യവസ്ഥാപിതമായ ഒരു വലിയ തലമുറയെ തന്നെയാണ് നാം അതിലൂടെ നേരെയാക്കിയെടുക്കുന്നത്. അവിടെയാണ് നബി തങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നത്. ആ പാരന്റിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ പാരന്റിങ്, ഒരു കുട്ടിയുടെ രക്ഷിതാക്കളിൽ ഒന്നാമത്തെ ഘടകമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഉമ്മയെയാണ് നബി തങ്ങൾ അവിടെ ശരിയാക്കിയെടുക്കുന്നത്. ഈ വല്ലതും കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അതിന്റെ മേൽ ഒരു കളവായി എഴുതപ്പെടുമായിരുന്നു, രേഖപ്പെടുത്തപ്പെടുമായിരുന്നു എന്ന് പറയുമ്പോൾ കുട്ടിയോട് പറഞ്ഞ വാക്കുകൾ പാലിക്കണമെന്നതിന്റെ വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ നബി തങ്ങൾ നമുക്ക് നൽകുന്നത്. കീപ്പിംഗ് വേർഡ്സ്, കുട്ടികൾക്ക് നൽകുന്ന വാക്കുകൾ എന്താവട്ടെ, ആ വാക്കുകൾ പരമാവധി പാലിക്കാൻ നമ്മൾ തയ്യാറാവുക. ഏറ്റവും ചുരുങ്ങി കഴിയുന്ന വിധമെങ്കിലും എന്തെങ്കിലും കൊടുത്തുകൊണ്ട് പാലിക്കുന്നുണ്ട് എന്നൊരു ബോധമാണ് അവർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അമായിനക ലൗലം തുഅ്തിഹി ഷൈഅൻ, നീ ഒന്നും കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതാണ്. ഒന്നും കൊടുത്തില്ലായിരുന്നുവെങ്കിൽ കുത്തിബത്ത് അലൈക്ക് കദിബത്തൻ. കീപ്പിംഗ് വേർഡ്സ് വളരെ പ്രധാനമാണത്. നമ്മൾ വരുന്നതാണ് കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ മുതിർന്നവരുമായിട്ടൊക്കെ വരുമ്പോൾ അവരുമായി നമ്മൾ എന്താ പറയാ വിയോജിക്കേണ്ടി വരുമ്പോൾ, ഏതെങ്കിലും കാര്യങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടി വരുമ്പോഴും അതും വളരെ വൈസായിട്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ചുള്ള നമ്മൾ തർക്കങ്ങൾ, രക്ഷിതാക്കൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഉമ്മയും വാപ്പയും തമ്മിൽ തർക്കങ്ങൾ കൂടുമ്പോൾ ആ തർക്കങ്ങളെയും കുട്ടികളെ ബാധിക്കാത്ത വിധം, കുട്ടികളിൽ അത് ബാധിക്കാത്ത വിധം, കുട്ടികൾ അത് കാണാത്ത വിധം, അവർക്ക് തോന്നാത്ത വിധം അതിനെ വളരെ വൈസ്ലി നമ്മൾ അതിനെ വളരെ ബുദ്ധിപരമായി നാം അതിനെ ട്വിസ്റ്റ് ചെയ്യണമെന്നാണ് പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു ഘടകമാണിത്.
നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അതുപോലും ട്വിസ്റ്റ് ഇറ്റ് വൈസ്ലി, വളരെ വൈസ്ലി, ബുദ്ധിപരമായി നാം അതിനെ ട്വിസ്റ്റ് ചെയ്യണം. കുട്ടികൾക്ക് തോന്നാത്ത വിധം നാം അതിനെ മാറ്റിയെടുക്കണം. നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് ഒരിക്കലും തോന്നാനുള്ള ഇട വരരുത് എന്ന സമാനമായ ഒരു സംഭവം നമുക്ക് ഞങ്ങളുടെ ജീവിതത്തിലും കാണാൻ പറ്റും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു. ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ആയിഷ ബീവിയുടെ ഹുജ്റയിൽ, തങ്ങളുടെ ഭാര്യമാർക്കൊക്കെ തന്നെ ഓരോ മുറികളായിരുന്നു മദീനയുടെ പള്ളിയോട് ചേർന്നുകൊണ്ട് ഓരോ പള്ളികളാണ്, ഓരോ റൂമുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഹുജറത്തു ആയിഷ ബീവിയുടെ ഹുജറയിൽ ഇരിക്കുന്ന സമയത്താണ് അപ്പുറത്തുള്ള റൂമിൽ നിന്ന് തന്റെ മറ്റൊരു ഭാര്യയായ സൈനബ് റളിയല്ലാഹു അൻഹ തങ്ങൾക്ക് എന്തോ ഒരു ഭക്ഷണം കൊടുത്തയച്ചു. ഭർത്താവിന്റെ രണ്ട് ഭാര്യമാരാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ഇടയിൽ ഉണ്ടാകുന്ന ചില മാനസികമായ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും അവർക്ക്. അപ്പൊ ആയിഷാബിയുടെ കൂടെ ആയിഷാബിയുടെ ഹുജറയിൽ ഇരിക്കുന്ന സമയത്താണ്, വീട്ടിലിരിക്കുന്ന സമയത്താണ് മറ്റൊരു ഭാര്യയായ സൈനബ് ബീവി ഒരു പാത്രത്തിൽ ഭക്ഷണം കൊടുത്തയക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത്, അവിടെ ഉണ്ടായിരുന്ന സേവനത്തിനും പരിചാരണത്തിനൊക്കെ ഇരിക്കുന്ന അവിടെ തങ്ങളുടെ അടുത്ത് സഹാബികളുടെ കുട്ടികൾ പലപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. അത്തരം ഒരു കുട്ടിയുടെ കയ്യിൽ ഇപ്പം ഭക്ഷണം കൊടുത്തയച്ച ഒരു പാത്രത്തിൽ, അങ്ങനെ അങ്ങോട്ട് പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. ആയിഷ ബീവിയുടെ അടുത്തേക്ക് ഈ പാത്രവുമായിട്ട് ചെന്നപ്പോൾ ആയിഷ ബീവിക്ക് അത് പിടിച്ചില്ല. എന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തിനാണ് അവിടെ ഭക്ഷണം കൊടുത്തയക്കുന്നത്? ആയിഷ ബീവി നേരെ ആ പാത്രം മാറ്റി വെക്കുന്നതിന്റെ ഭാഗമായി ഒന്ന് തട്ടിയപ്പോ ആ പാത്രം നിലത്തേക്ക് വീണ് ഉടഞ്ഞുപോയി. ചരിത്രത്തിൽ കാണാൻ പറ്റും. ആ പാത്രം പൊട്ടിപ്പോയി, ഉടഞ്ഞുപോയി. പാത്രം നിലത്ത് പീസായിട്ട് കിടക്കുന്നുണ്ട്, ഭക്ഷണം താഴെ കിടക്കുന്നുണ്ട്. കുട്ടിയാകെ പകച്ചുപോയി. ഇത് കൊണ്ടുവന്ന കുട്ടിയാകെ പേടിച്ചിരിക്കുകയാണ്. ഇതാകെ ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ ഒന്നോട്ട് കൈകൊണ്ട് അല്പം മാറ്റി വെച്ചതാണ്. മാറ്റി വെച്ചപ്പോഴേക്കും കൈ തട്ടിയിട്ട് പാത്രം താഴെ വീണ് പാത്രം ഉടഞ്ഞുപോയി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മുടെ ജീവിതത്തിലാണ് ഇത്തരം ഒരു രംഗം വന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിലാണ് ഈ ഒരു രംഗം വന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുക, എന്തായാലും നമ്മളൊന്ന് ചീത്ത പറയും. എന്തിനാണ് ഇപ്പൊ തട്ടിയത്, എന്തിനാണ് ആ പാത്രം ഉടച്ചത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ അതുപോലും ചോദിക്കാൻ നിൽക്കാതെ, കാരണം അവിടെ ഒരു കുട്ടിയുണ്ട്. അവിടെ നിബിതങ്ങൾ നേരെ പറയുന്ന വാക്ക് ഈ കുട്ടിയോട് നോക്കി പറയണം. പകച്ചു നിൽക്കുന്ന കുട്ടിയോട്, പേടിച്ചു പോയ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്ക് ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് എന്തോ ഒരു ദേഷ്യമുണ്ട്. നോക്കൂ, നിങ്ങൾ എത്ര സുന്ദരമായിട്ട് നബിതങ്ങൾ ആ ഒരു കേസിന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന് ട്വിസ്റ്റ് ചെയ്തത്. ഗാറത്ത് ഉമ്മുക്കും നിങ്ങൾ പറയുന്ന വാക്ക്, അതൊക്കെ മനസ്സിൽ തൊടുന്ന ഹൃദയസ്പർശിയായ ഏറ്റവും വലിയ പ്രവാചകനായ ഏറ്റവും വലിയ വാക്കായിരുന്നു. ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മക്ക് എന്തോ ഒരു പ്രത്യേകമായ ഒരു ദേഷ്യമുണ്ട്, അതുകൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് സമാധാനമായി. നബിതങ്ങള് പ്രശ്നത്തിനൊന്നും നിൽക്കുന്നില്ല, ഇവിടെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, എന്തോ ഒരു ദേഷ്യം പിടിച്ചതാണ്, ആ കുട്ടിക്ക് സമാധാനമായി. അതിലുപരി ഇത് കേൾക്കുന്ന ആയിഷ ബീവിയുടെ മനസ്സ് പോലും അലിഞ്ഞു പോകും. കാരണം പ്രയോഗിച്ച പദം എങ്ങനെയാണ്? ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് എന്തോ ഒരു ദേഷ്യം ഉണ്ടെന്ന്. ആ പ്രയോഗം നോക്കണം നമ്മൾ. ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് എന്തോ ഒരു ദേഷ്യമുണ്ട്. ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇത് നിന്റെ ഉമ്മയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ദേഷ്യം പിടിച്ചൊരു പെണ്ണാണെങ്കിലും ഒന്നടങ്ങും. കാരണം ഉമ്മ എന്നുള്ള പദത്തിന്, ആ പ്രയോഗത്തിന് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അതിന് ഞാൻ ഒരു കുട്ടിയുടെ ഉമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ ഉമ്മയാണെന്നുള്ള ബോധം വരുമ്പോൾ ഒരു ഉമ്മയായ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതല്ലല്ലോ എന്ന് സ്വാഭാവികമായിട്ടും ആർക്കും മനസ്സിൽ വന്നു പോകും. ആ ഒരു പദപ്രയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ കുറിച്ച് റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്ന പ്രയോഗം. ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് എന്തോ ഒരു ദേഷ്യം പിടിച്ചതാണ്, അതുകൊണ്ട് മോൻ പേടിക്കണ്ട, മോൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പാത്രം അവിടെ നിന്ന് എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് കൊടുത്തയക്കുകയാണ് ഈ കുട്ടിയുടെ കൈവശം. പറയുന്നത് ആ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഒരു ഫൈറ്റ് ചെയ്യേണ്ട ഒരു സമയം വന്നപ്പോ, അല്ലെങ്കിൽ ഒരു ദേഷ്യം പിടിക്കേണ്ട രംഗം വന്നപ്പോ, അവരുമായി ഒരു അല്പം കനത്തിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ നിബിധങ്ങൾ ആ രംഗത്തെ എങ്ങനെയാണ് വളരെ വൈസായിട്ട്, വളരെ ബുദ്ധിപരമായി, ഏറ്റവും പ്രയോജനപ്രദമായി, ഏറ്റവും എഫക്റ്റീവായിട്ട് നാം അതിനെങ്ങനെയാണ് നിബിധങ്ങളെ ട്വിസ്റ്റ് ചെയ്തത്, മാറ്റിയെടുത്തത് എന്നാണ് നമ്മൾ കാണുന്നത്. ഗാറത്ത് ഉമ്മുക്കും, ആ പദത്തിലെ ആ പ്രയോഗത്തിൽ നിബിധങ്ങൾ പറഞ്ഞ ആ വാചകത്തിലെ ഓരോ വാക്കിനെയും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കുലു ഗാറത്ത് ഉമ്മുക്കും മറത്തേന് ഓഹി പറയുന്ന ഹദീസ് തന്നെ. ഹദീസിന്റെ അറബി ഞാൻ പറയാത്തത് സമയം കളയണ്ട എന്ന് കരുതിയിട്ടാണ്. എന്നതുപോലെ അപ്പൊ പാരന്റിങ്ങിന് മറ്റൊരു ടിപ്പായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഫൈറ്റ് വൈ. നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ പോലും അത് വളരെ വൈസ്ലി ആയിട്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട്, അതിനെ വളരെ ബുദ്ധിപരമായിട്ട് നാം അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. മറ്റൊരു ടിപ്പ്, ഒരു അവസാനമായിട്ട് ഒരു ടിപ്പ് കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം എനിക്ക് നൽകപ്പെട്ട സമയം ഓൾമോസ്റ്റ് 1 മണിക്കൂർ ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് പറയുന്നത് പ്രയർ ഫോർ ദം, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പലപ്പോഴും
പാരന്റിങ്ങിന്റെ എക്സ്പേർട്ടുകൾ പറയുന്നത്. അവർ പറയുന്നത് വിഷ ചെയ്തുകൊണ്ടിരിക്കണം, അവർക്ക് നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം, മക്കൾക്ക് വേണ്ടി നമ്മൾ മോശമായതൊന്നും ആഗ്രഹിക്കരുത്, അവരെക്കുറിച്ച് നമ്മൾ അപരാധം പറഞ്ഞുകൂടാ, അവരെ കുറ്റപ്പെടുത്തുന്ന വിധം അല്ലെങ്കിൽ അവരെ ശപിക്കുന്ന വിധം, അവർക്ക് മോശമായ കാര്യങ്ങൾ നമ്മൾ വിഷ ചെയ്യുന്ന പോലെ ഒന്നും പറയരുത്. എപ്പോഴും നല്ലത് മാത്രമേ അവർക്ക് വിഷ ചെയ്യാവൂ. അത് നമുക്ക് ഉദാഹരണങ്ങൾ പറയേണ്ട കാര്യമില്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വല്ലദീന യഖൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുനിൻ എന്ന് പറയുന്ന ആയത്തുകൾ തന്നെ ആയത്ത് നമുക്ക് ധാരാളമാണ്. എപ്പോഴും മക്കളിൽ നിന്ന് നല്ലത് മാത്രം ഉണ്ടാവണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കൾ. ഇതുപോലെ ഹദീസുകളിൽ കാണാൻ പറ്റും, ലാ തദൂ അലാ അൻഫുസിക്കും വലാ അലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിന് എതിരായിട്ട്, അതിൽ കേടായിട്ട്, നിങ്ങളുടെ മക്കൾക്ക് വിരുദ്ധമായിട്ട്, അവർക്ക് കേടായിട്ട് നിങ്ങൾ ഒരിക്കലും ദുആ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന ദുആകളെല്ലാം തന്നെ അവർക്ക് അനുകൂലമാകുന്ന വിധം, അവർക്ക് ഗുണകരമാകുന്ന വിധം, അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാകുന്ന വിധമുള്ള ദുആകളായിരിക്കണം. നിങ്ങളുടെ അവരുടെ പ്രാർത്ഥനകൾ പോലും അത് ആവണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ പാരന്റിങ്ങിന്റെ അടിസ്ഥാന ഘടകമായി ഖുർആൻ പോലും എടുത്തു പറയുന്ന വലിയൊരു കാര്യം. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് പാരന്റിങ്ങിന്റെ എന്തെല്ലാം പോയിന്റുകൾ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 7-8 പോയിന്റുകൾ മാത്രം ഞാൻ ടിപ്പുകൾ എടുത്തു വെച്ചതാണ്. ഇങ്ങനെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്ത് ടിപ്പുകൾ എടുത്താലും, പാരന്റിങ്ങിന്റെ ഏതു ടിപ്പുകൾ എടുത്താലും അതിലെല്ലാം തന്നെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ രംഗങ്ങളിൽ നിന്ന് കൃത്യമായ ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമുള്ള കൃത്യമായ ഗൈഡ് ലൈൻസുകൾ, അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ, എങ്ങനെ ചെയ്യണമെന്നതിന്റെ കൃത്യമായ രേഖാചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുട്ടികളെ വളർത്തുമ്പോഴാണ് സ്നേഹമുണ്ടാകും മാതാപിതാക്കളോട്, അവരോട് എന്തെന്നില്ലാത്തൊരു ബന്ധമുണ്ടാകും, അവരോട് ഒരിക്കലും പിരിക്കാനാവാത്ത, അഭേദ്യമായ, ഒരിക്കലും ഭേദിക്കാനാവാത്ത ശക്തമായ ഒരു സുദൃഢമായ ബന്ധമുണ്ടായിത്തീരുന്നതിന് സംശയമില്ല. ആ ഒരു ബന്ധത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റുകളാണ് അവരുമായുള്ള സ്നേഹം. അപ്പോഴാണ് മക്കളൊന്നും ഒരിക്കലും പിതാക്കന്മാരെയോ മാതാക്കന്മാരെയോ ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന, മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന, ചാടിപ്പോകുന്ന രംഗങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ അതോടൊക്കെ പാരന്റിങ്ങിന്റെ പരാജയമാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത്. 20 വർഷമായിട്ട് തന്നെ നോക്കുന്ന പിതാവിനെ വിട്ടേച്ചുകൊണ്ട് എവിടെയോ വെച്ച് കണ്ട ഒരു കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന മക്കളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം, അവിടെ ആ മക്കളെ മാത്രം കുറ്റം പറഞ്ഞുകൂടാ, ആ മക്കളെ കൃത്യമായി മനസ്സിലാക്കുന്ന, അവർക്ക് പ്രായോജിതമായി അവരെ മനസ്സിലാക്കിയെടുക്കുന്നതിൽ പരാജയപ്പെട്ട രക്ഷിതാക്കളെ കൂടി ആയിരിക്കാം ഒരു പക്ഷേ കാരണമാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്ന പലയിടത്തും നമ്മൾ സോഷ്യൽ മീഡിയകളോട് നമ്മൾ ആശങ്കയോടുകൂടി നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും നമുക്കറിയാം. ഈ വാർത്തകളൊക്കെ നമ്മൾ പിന്നാലെ ചിന്തിക്കുന്ന സമയത്ത് പലപ്പോഴും കൃത്യമായിട്ട് ആ കുട്ടികളെ മനസ്സിലാക്കാൻ രക്ഷിതാക്കൾ തയ്യാറായില്ല എന്ന് നമുക്ക് കാരണം കണ്ടെത്താം. ആ കുട്ടികളെ പ്രായോജിതമായി മനസ്സിലാക്കണം. ഒരു ചെറിയ കുട്ടികളാകുന്ന നോക്കുന്ന സമയത്ത് നോക്കുന്ന പോലെ 2-3 വയസ്സ് വരെ ഉമ്മ വെച്ചുകൊണ്ട് അവർ താലോലിക്കുമ്പോൾ പിന്നെ അവർക്ക് വസ്ത്രോചിതമായിട്ട് അനുയോജ്യമായ വിധമുള്ള ഇടപെടലുകൾ ജീവിതത്തിൽ വേണം. ഒരു കുട്ടി മുതിർന്നു വരുമ്പോൾ ഒരു 15 വയസ്സ് 16 വയസ്സ് ടീനേജൊക്കെ കഴിയുന്ന സമയത്ത് അവരുടെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് പിതാവിന് അല്ലെങ്കിൽ മാതാവിന് മാറാൻ കഴിയില്ലെങ്കിൽ പലപ്പോഴും അവരുടെ മനസ്സിലുള്ള പലതും മറച്ചുവെക്കും, അവരുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാവില്ല. ആ ഷെയർ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന അകൽച്ച അത് പതുക്കെ അകൽച്ചയായി മാറുകയും ചെയ്യും. അല്ലാത്ത പക്ഷമോ നാം നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി ആ കുട്ടികളെ നമ്മൾ ഇടപെട്ടുകൊണ്ട് അവരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഏറ്റവും നല്ല കൂട്ടുകാരനാണെന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ അവർ തയ്യാറാകും. അങ്ങനെ തുറന്നു പറയുമ്പോൾ പിന്നെ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഏറ്റവും സുഭദ്രമായ കുടുംബജീവിതം ആയി മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് നമ്മൾ പ്രവാചകരുടെ ജീവിതത്തിലും കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, വഫാത്തിന്റെ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി കടന്നു വന്ന കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ. ഫാത്തിമ ബീവി കടന്നു വന്നു, ഫാത്തിമ ബീവിയുടെ ചെവിയിൽ നബി തങ്ങൾ 2 കാര്യം പറഞ്ഞു. ആദ്യത്തെ കാര്യം കേട്ടപ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞുപോയി, രണ്ടാമത്തെ കാര്യം കേട്ടപ്പോൾ ചിരിച്ചുപോയി. നമ്മളൊക്കെ സാധാരണ പറയാറുള്ള ചരിത്രമാണ്. ആ ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്, രണ്ടാമത്തെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ ശേഷം ഫാത്തിമ ബീവിയോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരഞ്ഞത്, എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? ഫാത്തിമ ബീവി പറഞ്ഞു, ആദ്യം നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ സമയം കഴിഞ്ഞു, ദുനിയാവിലുള്ള എന്റെ ജീവിതകാലം അവസാനിക്കുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. പിന്നെ എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ രണ്ടാമത് പറഞ്ഞത്, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നോട് ചേരുന്നത്, എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മരിച്ച ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരണപ്പെട്ടുകൊണ്ട് ആഖിറത്തിലേക്ക് പരലോകത്തേക്ക് കടന്നു വരുന്നത് നീയായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുപോയി. നോക്കണം, നിങ്ങൾ ആ പിതൃസ്നേഹത്തിന്റെ, ആ മകളുടെയും പിതാവിന്റെയും ഇടയിലുള്ള സ്നേഹത്തിന്റെ ആ ഗാഢതയാണ് അവിടെ മനസ്സിലാകുന്നത്. മരിച്ചിട്ട് മരണപ്പെട്ടുകൊണ്ട് എന്റെ അടുത്തേക്ക് നീയാണ് ആദ്യമായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ, ഈ കുട്ടി മരിക്കണമെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് സന്തോഷമാണ്. കാരണം ഞാൻ പോകുന്നതിന് വാപ്പന്റെ അടുത്തേക്കാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
മരിക്കുകയാണെന്ന് പറയുമ്പോൾ ആ കുട്ടി സന്തോഷിക്കുകയാണ്, ചിരിക്കുകയാണ്. കാരണം എന്താണ്? ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്ന എന്റെ പിതാവിന്റെ അടുത്തേക്ക് എനിക്ക് തിരിച്ചു പോകാലോ എന്നുള്ള അടങ്ങാത്ത ആഗ്രഹമാണത്. ഇത് കേവലം ഒരു പ്രകടനമല്ല, ചിരിച്ച് ഒരു ആലങ്കാരികമായി ഒരു ഔപചാരികമായി ചിരിച്ചതല്ല, മറിച്ച് മനസ്സിൽ നിന്ന് വന്ന അടങ്ങാത്ത സന്തോഷമാണത്. എന്താണ് സന്തോഷം? തന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകാലോ എന്നുള്ള സന്തോഷം. മരിച്ചിട്ടായാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ പിതാവിന്റെ അടുത്തേക്ക് എത്തണം. എന്തായിരുന്നു കാരണം? ആ പിതാവ് അത്രയും നല്ല പാരന്റ് ആയിരുന്നു. ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല എഫക്റ്റീവ് ആയ പാരന്റിങ് ആയിരുന്നു ആ പിതാവ്. അതുകൊണ്ടാണ് ആ മകള് തന്റെ പിതാവിന്റെ അടുത്തേക്ക് ആണെങ്കിലും പിതാവിന്റെ അടുത്തേക്ക് എത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചത്. തന്റെ മക്കൾക്ക് പ്രശ്നമായി തോന്നിയില്ല. തന്റെ മക്കൾ എന്താവുന്നുള്ള, എന്റെ ഭർത്താവ് എന്താവുന്നുള്ളതൊന്നും ചിന്തിക്കല്ലേ ചെയ്തത്, മറിച്ച് എനിക്ക് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് പറയുമ്പോഴേക്കും മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി ചിരിക്കുന്ന മകളെ കാണുമ്പോൾ അതാണ് അർത്ഥമകള്. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഏറ്റവും നല്ല എഫക്റ്റീവ് ആയ പാരന്റ് എന്ന ആരെന്ന് ചോദിച്ചാൽ മറ്റു കാര്യങ്ങളിലെല്ലാം നമുക്ക് ഉദാഹരണം പറയാവുന്ന പോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല ഉദാഹരണം പ്രവാചകന്റെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോൾ അത് ഒന്നിൽ മാത്രമായിരുന്നില്ല, കേവലം ഒരു ആരാധനാ കർമ്മങ്ങളിൽ മാത്രമായിരുന്നില്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറണ്ടോ, ഇതെല്ലാം മേഖലകളുണ്ടോ അവിടെ എല്ലാം തന്നെ കൃത്യമായ ഉദാഹരണം, കൃത്യമായ സാമ്പിൾ, കൃത്യമായ മോഡൽ അതായിരുന്നു ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രവാചകരുടെ പാരന്റിങ്ങിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല പാരന്റുകളാവാൻ നമ്മളും ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മക്കളായി വളർത്താൻ നമ്മൾ ശ്രമിക്കുക. തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ എല്ലാം തന്നെ നമുക്ക് ഉപകാരമുള്ള മക്കളായി, ഇരുലോകത്തും ഉപകാരമുള്ള മക്കളായി, ദീനിന്റെ ആളുകളായി അല്ലാഹു വളർത്തുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നെ ഇതുവരെ ശ്രമിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് അവസാനമായി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, ഇടയ്ക്ക് എവിടെയെങ്കിലും വല്ല സൗണ്ട് കട്ടോ വന്ന് നിങ്ങൾക്ക് പ്രയാസമായി തോന്നിയെങ്കിൽ ക്ഷമിക്കണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഇതിന് അവസരം ഒരുക്കിയ KACR ആളുകൾക്കും ഇതുവരെ ശ്രമിച്ച നിങ്ങൾക്കും ഒരിക്കൽ കൂടി എന്റെ സന്തോഷം, ആത്മാർത്ഥമായ എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈമാനും ഇസ്ലാമും ഇഹ്സാനും അറിയാൻ ഒത്തുചേരാം നമുക്കീ വഴിത്താരയിൽ. ബുശ്റാക്കുമുൽ യൗം, ബുശ്റാക്കുമുൽ യൗം, ബുശ്റാക്കുമുൽ യൗം, ബുശ്റാക്കുമുൽ യൗം. തൂബലന ഹത്തിൻ യഖീനേ, തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ. തൂബലന ഹത്തിൻ യഖീനേ, തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ.